ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കും. വായിക്കാം അതിനാധാരമായി ഒരു തിരുവചനം. 1 പത്രോസിന്റെ ലേഖനം, പത്രോസിന്റെ 1-ാമത്തെ ലേഖനം, 5-ാം അധ്യായം 7-ാം വാക്യം. 1 പത്രോസ് 5:7 നമുക്ക് വളരെ പരിചിതമാകുന്ന വാക്യമാണ്. 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ട് കൊള്ളുവീൻ. എന്നോട് കൂടെ ചേർന്നൊരു ആമേൻ എത്ര പേര്? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ദൂത്, നിങ്ങൾ ചിന്താകുലരാകരുത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്താകുലരാകരുത് എന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ചിന്താകുലരാകരുത്. കണ്ണുകൾ അടച്ചാട്ടെ, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കർത്തൃസന്നിധിയിൽ അടച്ച് എല്ലാവരും ദൈവത്തോട് അല്പനേരം പ്രാർത്ഥിച്ച്, അല്പനേരം പ്രാർത്ഥിച്ച്, അല്പനേരം പ്രാർത്ഥിച്ച്, അല്പനേരം പ്രാർത്ഥിച്ച്, അല്പനേരം എല്ലാവരും ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച്, അല്പനേരം പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ശക്തിയിൽ എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ മുൻപാകെ അല്പനേരം ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പനേരം. ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ദൂരത്തും ചാരത്തും ഇരിക്കുന്നവരുടെ മേൽ ഒരുപോലെ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ, ഒരുപോലെ വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് പകൽക്കാലം വചനത്തിന്റെ ശക്തി ഓരോ മൺകൂടാരങ്ങളുടെ മേലും ശക്തമായ നിലയിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, സ്വർഗം തുറന്ന് ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ പകർച്ച ഈ വചനത്തിലൂടെ പ്രാപിച്ചെടുക്കേണ്ടതിന് ദൈവജനത്തിനെ ഇന്ന് ആത്മാവിലൊന്ന് ഒരുക്കിയാട്ടെ. യെസ്, യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കട്ടെ. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ അനുഭവിക്കട്ടെ. അല്പനേരം നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, അല്പനേരം നമുക്ക് ദൈവത്തെ ഒന്ന് ആരാധിക്കാം, അല്പനേരം നമുക്ക് വചനം ഒന്ന് ഏറ്റെടുക്കാം, അല്പനേരം നമുക്ക് വചനത്തിനൊന്ന് ആശ്രയിക്കാം. ഇന്ന് പകൽ വചനം നിന്നെ വിടുവിക്കും, വചനം നിന്നെ സൗഖ്യമാക്കും, വചനം നിന്റെ മുറിവുകളെ കെട്ടും, വചനം വാതിലുകളെ തുറക്കും, വചനം പലരും നിന്നെ വിടുവിക്കും. പാറ പോലെ നിൽക്കുന്ന വിഷയങ്ങളാണെങ്കിലും ദൈവത്തിന്റെ വചനം ചുറ്റികയായി വെളിപ്പെട്ട് ആ പാറ പോലെ നിൽക്കുന്ന വിഷയങ്ങളെ ഉടച്ചു കളയാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ഇത് ഇരുവായ്ത്തലയുള്ള മൂർച്ചയേറിയ വാളിന് തുല്യമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം നിന്റെ അകത്തളങ്ങളിൽ കയറുമ്പോൾ നിന്റെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അല്പനേരം പ്രാർത്ഥിച്ച്, 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 ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അല്പനേരം കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. പ്രാർത്ഥിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചു. നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ.
യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. Thank you, Lord. Hallelujah. 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 Thank you, Jesus. Thank you, Jesus. Thank you, Jesus. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാർവിച്ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിച്ചാരുന്നു ഞാൻ. ആരാധന 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 അങ്ങേയ്ക്കാരാധന ആരാധന 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 എൻ പ്രേമഗീതമാ എന്നേശുനാഥാനീ എൻ പ്രേമഗീതമാ എന്നേശുനാഥാനീ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, അങ്ങേ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല വചനത്തിനായി സ്തോത്രം. ആ വചനത്തിനെ വാഴ്ത്തി അനുഗ്രഹിക്കും. വചനത്തിലൂടെ ആത്മാവ് ഞങ്ങളോട് ഇടപെടണം. വചനത്തിലൂടെ ആത്മാവിലൂടെ കൃപാവര ശുശ്രൂഷ കർത്താവ് തന്റെ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടുത്തും. ഒരുമിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അല്ലാതെ ഒന്നും ഞങ്ങളുടെ ശുശ്രൂഷയിൽ വെളിപ്പെടരുത്. വചനം ഞങ്ങളെ പഠിപ്പിക്കണം. ദൈവ നാമം ഇതിലൂടെ ഉയർത്തപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷമുള്ളവർ കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് വളരെ സുപരിചിതമാകുന്ന ഒരു തിരുവചന ചിന്തയാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ധ്യാനിക്കുവാൻ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥന ശൈലികളിൽ നമുക്ക് ഉള്ള ഒരു ക്യാരക്ടറാണ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനം അതിനകത്തോട്ട് കോർത്തിണക്കി എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? ഇല്ലേ? ചിലപ്പോ നമുക്ക് ഏത് പുസ്തകമാണെന്നും അറിയത്തില്ല, ഏത് റെഫറൻസ് ആണെന്നും അറിയത്തില്ല, ഏത് പേജാണെന്നും അറിയത്തില്ലേലും വാക്യം അറിയാം. ഇപ്പൊ ഞാൻ ഈ 1 പത്രോസ് 5:7 അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ ഈ വാക്യം നിങ്ങൾക്കറിയാം. പക്ഷെ ഇത് 1 പത്രോസിലാണോ 5:7 ആണോ എന്ന് പലർക്കും എന്ത് ചെയ്തില്ല, അറിയത്തില്ല. ഞാൻ കൈയൊന്നും നോക്കിക്കുന്നില്ല.
വെറുതെ ബുദ്ധിമുട്ടിക്കണം. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രാർത്ഥന രീതിയിൽ നമ്മൾ എപ്പോഴും ദൈവവചനം കോർത്തിണക്കി പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ കോർത്തിണക്കി പ്രാർത്ഥിക്കുന്ന വചനങ്ങളിൽ ഒന്നാണിത്. സ്തോത്രം. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളോട് ഇടപെടുന്ന ദൂത് ഇതാണ്: നിങ്ങൾ ആകുലരാകരുത്. ഒരാമേൻ എത്ര പേര് പറയും? നിങ്ങൾ എന്ത് ചെയ്യരുത്? ആകുലർ ആകരുത്. പരിശുദ്ധാത്മാവ് എന്റെ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങളോട് ആദ്യം കൈമാറണമെന്ന് പറഞ്ഞ ശബ്ദം ഇതാണ്: നിങ്ങളുടെ ആകുലതകൾ നിങ്ങൾ ഇന്നു പകൽ മാറ്റണം. നിങ്ങളുടെ ആകുലതകൾ എന്ത് ചെയ്യണം? ഇന്നു പകൽ മാറ്റണം. നിങ്ങളുടെ ആകുലതകൾ ഇന്നു പകൽ മാറ്റണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെ ചില ആകുലതകൾ ഉണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, ചില ചിന്താകുലങ്ങൾ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്നു പകൽ ഈ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ അതിനെ എടുത്തു മാറ്റണം. പറയാൻ കാര്യം, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ആകുലതകൾ എടുത്തു മാറ്റണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ചിന്താകുലവും നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുതെന്ന് പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി കരുതാൻ ഒരുവനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എത്ര പേര് എന്റെ കൂടെ നിന്ന് വിശ്വാസത്തോടെ രാമേൻ പറയും? വിശ്വാസത്തോടെ രാമേൻ പറയും. നിങ്ങൾ ആകുലരാകരുതെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കരുതാൻ മറു സൈഡിൽ ഒരുവൻ നിൽപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സൈഡിൽ ഹല്ലേലൂയ നിങ്ങൾ ആകുലരാകരുതെന്ന് പറയുമ്പോൾ, മറു സൈഡിൽ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരുവൻ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നത്: നിങ്ങൾ ആകുലരാകരുത്. സ്തോത്രം. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് അകത്തളങ്ങളിൽ തരുന്നത് കൊണ്ട് പറയാം. ഇസഹാക്ക് അപ്പനോട് ചോദിച്ചു, യാഗമൃഗം എവിടെ? യാഗമൃഗം എവിടെ? ഹൃദയത്തിന്റെ അകത്ത് ചിന്താകുലങ്ങൾ ഉണ്ടെങ്കിൽ പോലും അബ്രഹാം വിശ്വാസത്തോടെ പറഞ്ഞു, ഹല്ലേലൂയ, ദൈവം മോനെ കരുതും. ഓ കൃപ, കൃപ. മോനെ ദൈവം കരുതും. ധൈര്യമായിട്ട് മുൻപോട്ട് നടക്കുക. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു മലയുടെ ഒരു വശത്തൂടെ അബ്രഹാമും ഇസഹാക്കും നടന്നു കയറുമ്പോൾ, ഇവർ കാണാതെ മലയുടെ അപ്പുറത്തൂടെ ദൈവം ഒരു ആട്ടുകൊറ്റനെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി? നിന്നോട് ആകുലപ്പെടരുതെന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ, മറുവശത്ത് ദൈവം നിനക്ക് വേണ്ടി എന്തോ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ, വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ആകുലരാകരുത്. ദൈവം അത് പറയുന്നുണ്ടെങ്കിൽ തുള്ളി ചാടി ഏറ്റെടുത്തോണ്. ദൈവം ആകുലരാകരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ ഏറ്റെടുത്തോണ്. കാരണം മറുവശത്ത് എന്തോ ഒന്ന് കരുതുന്നത് കൊണ്ട് ദൈവം ആകുലരാകരുതെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ ദൈവം പറയില്ല. യെസ്, യെസ്. ഉറപ്പുള്ള എത്ര പേരുണ്ട്? ചിന്തയുണ്ട്, ചിന്താകുലമുണ്ട്, അല്ലേ? ചിന്തയുണ്ട്, ചിന്താകുലമുണ്ട്. ഈ പ്രസംഗം കേൾക്കുന്ന പലർക്കും ചിന്തയുണ്ട്, ചിന്താകുലവുമുണ്ട്, അല്ലേ? ചിന്തയുണ്ട്, ചിന്താകുലവും. നമ്മൾ ആരുടെ മക്കളാ? ആ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ലേ? ഉറപ്പുള്ളവർ പറഞ്ഞാൽ നമ്മൾ ആരുടെ മക്കളാ? ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. നമുക്ക് എന്തുണ്ട്? ചിന്തയും ഉണ്ട്, ചിന്താകുലവും ഉണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ ചിന്തയേ ഉള്ളൂ, ചിന്താകുലം ഇല്ല.
മിണ്ടുന്നില്ല. നിങ്ങളുടെ മിണ്ടണ്ട, ഞാൻ മിണ്ടും. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, നമ്മുടെ ദൈവത്തിന് എന്തുണ്ട്? ചിന്തയുണ്ട്. പക്ഷെ നമ്മുടെ ദൈവത്തിന് എന്തില്ല? ചിന്താകുലം ഇല്ല. നീ ദൈവത്തിന്റെ മകനാണെന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. സ്തോത്രം. നിനക്കെന്തിനാ ചിന്താകുലം? ചിന്താകുലം എന്തിനാ? ഹലോ, ഇന്നൊരു പഠിപ്പിക്കില്ല സബ്ജക്റ്റാ. സ്തോത്രം. ദൂതൊക്കെ ഇന്ന് പറഞ്ഞു നിൽക്കും, സാരമില്ല, ദൈവം തന്നാ പറയാം. പക്ഷെ പഠിക്കണം. പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെട്ടത് കൊണ്ടാ ഈ വിഷയം എടുത്തത്. ശ്രദ്ധിച്ചേ, നമ്മുടെ ദൈവത്തിന് ചിന്തയുണ്ട്, പക്ഷെ എന്തില്ല? ചിന്താകുലമില്ല. ദൈവത്തിന്റെ മക്കളാണെന്ന് അവകാശപ്പെടുന്ന നിന്നോട് ആത്മാവ് ചോദിക്കുന്നു, നിനക്കെന്തിനാണ് ചിന്താകുലം? നിന്റെ ദൈവത്തിന് അതില്ലല്ലോ, നിന്റെ അപ്പൻ അതില്ലല്ലോ, പിന്നെ നിനക്കെന്തിനാ ചിന്താകുലം? ഇനി ഞാൻ ഒരു മർമ്മം കൂടെ പറയാം. നിന്നെ കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട്, പക്ഷെ നിന്നെ കുറിച്ച് ദൈവത്തിന് ചിന്താകുലമില്ല. ഒരു ആമേൻ എത്ര പേര് പറയും? അതാ പറഞ്ഞു വന്നത്. നിന്നെ കുറിച്ചും നിന്റെ തലമുറയെ കുറിച്ചും നിന്റെ കുടുംബത്തെ കുറിച്ചും നിന്റെ മിനിസ്ട്രിയെ കുറിച്ചും നിന്റെ നന്മകളെ കുറിച്ചും നിന്റെ ജീവിതത്തെ കുറിച്ചും എല്ലാം ചിന്തയുള്ള ഒരപ്പൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു. പക്ഷെങ്കിൽ ആ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു ചിന്താകുലമില്ല. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? നിന്നെ കുറിച്ച് ദൈവത്തിന് ചിന്തയുള്ളൂ, നിന്നെ കുറിച്ച് ദൈവത്തിന് ചിന്താകുലമില്ല. കാരണം എന്റെ ദൈവത്തിന്റെ ക്യാരക്ടറിൽ എന്റെ ദൈവത്തിന് ചിന്താകുലമില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ പറഞ്ഞത്? എത്ര പേർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ മുമ്പേ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഭാഗം തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയാം. ഈ കടന്നു പോകുന്ന സിറ്റുവേഷന്റെ അവസാനം എന്താണെന്ന് അബ്രഹാമിന് ഒരു ചിന്താകുലമുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, അല്ലെങ്കിൽ ഇതിന്റെ അവസാനം എന്താകുമെന്ന് അബ്രഹാമിനോട് പുറപ്പെടാൻ പറഞ്ഞ ദൈവത്തിന് ചിന്താകുലമില്ല. എത്ര പേർക്ക് പറഞ്ഞത് മനസ്സിലാകുന്നുണ്ട്? അല്ലെങ്കിൽ ഇപ്പോൾ അബ്രഹാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിന്റെ എൻഡിങ് എന്താണ്, ഡെസ്റ്റിനേഷൻ എന്താണെന്ന് അബ്രഹാമിന് ഒരു ചിന്താകുലമുണ്ടെങ്കിൽ, ക്രൈസ്തവരോട് അബ്രഹാമേ നിന്നോട് പുറപ്പെടാൻ പറഞ്ഞ ദൈവത്തിന് നിന്നെ കുറിച്ചും നിന്റെ തലമുറയെ കുറിച്ചും ചിന്തയുണ്ട്, പക്ഷെ ചിന്താകുലമില്ല. കൃപ. എത്ര പേർക്ക് വചനത്തിന്റെ വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? വാക്കുകളുടെ വെളിപ്പാട് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിൽ ഞാൻ പറയാം, നിന്നെ കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട്, പക്ഷെ നീ പോകുന്ന സാഹചര്യത്തെ കുറിച്ച് ദൈവത്തിന് ചിന്താകുലമില്ലെന്നാണ് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. പക്ഷെങ്കിൽ നിന്നെ സംബന്ധിച്ച് നീ പോകുന്ന സാഹചര്യം നിനക്ക് ചിന്താകുലമാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും, ഇതെവിടെ ചെന്ന് തീരുമെന്നുള്ള ചിന്താകുലമാണ് നിന്റെ ഹൃദയത്തിലെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഓർത്തിട്ട് ചിന്തിക്കുന്നവനാണ് ദൈവം. ആ സാഹചര്യം ഓർത്ത് ചിന്താകുലനാകുന്നവനല്ല ദൈവം. വിശ്വസിക്കുക, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നിനക്ക് ചിന്താകുലം. എന്നാൽ ഇതിന്റെ അവസാനം എന്താണെന്ന് അറിയുന്ന ദൈവത്തിന് ചിന്താകുലമില്ല. കാരണം നിന്നെ കുറിച്ച് അവനൊരു ചിന്തയുണ്ട്. ഓ കൃപ, 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 കൃപ. പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ദൂത് പറയുന്നു, നിന്നെ കുറിച്ച് ദൈവത്തിന് ചിന്തയുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. നിന്നെ കുറിച്ച് അപ്പന് ചിന്തയില്ലെങ്കിൽ, നിന്നെ കുറിച്ച് അമ്മയ്ക്ക് ചിന്തയില്ലെങ്കിൽ, നിന്നെ കുറിച്ച് സഹോദരങ്ങൾക്ക് ചിന്തയില്ലെങ്കിൽ, നിന്നെ കുറിച്ച് നിന്റെ ചർച്ചക്കാരോ പ്രിയപ്പെട്ടവർക്കോ ഒന്നും ചിന്തയില്ലെങ്കിലോ, ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു, നിന്നെ കുറിച്ച് നിന്റെ ദൈവത്തിന് ചിന്ത ഉണ്ട്. രാമേൻ എത്ര പേര് പറയും? നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാമോ?
നമ്മൾ പോകുന്ന സാഹചര്യത്തിന്റെ അവസാനം എന്താണെന്ന് നമുക്കറിയത്തില്ല. കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിന്റെ ഡെസ്റ്റിനേഷൻ എവിടെ ചെന്ന് ഇത് അവസാനിക്കുമെന്ന് നമുക്കറിയത്തില്ല. കൃപ, അതുകൊണ്ടാണ് നമുക്ക് ചിന്താകുലം. മനസ്സിലാകുന്നുണ്ടോ? പഠിപ്പിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ചിന്താകുലം. ഇനിയും ദൈവത്തിന് എന്തുകൊണ്ട് ചിന്താകുലമില്ല? ദൈവം എന്തുകൊണ്ട് നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നു, ചിന്താകുലം വരുന്നില്ലെന്ന് ചോദിച്ചാൽ അതിന്റെ അവസാനം എന്താന്ന് ദൈവത്തിന് അറിയാം. ഹലോ, ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ നിന്ന് പഞ്ചാബിൽ, എനിക്ക് അവിടെ വോൾവോ ബസ്സാണ് അവർ ബുക്ക് ചെയ്തത്. അപ്പൊ എനിക്ക് ഭയങ്കര ചിന്താകുലം. ദൈവം ഇതിനകത്ത് കയറിയിട്ട് ഞാൻ എവിടെ ചെന്ന് ഇറങ്ങും? ഞാൻ വളരെ ഭാരപ്പെട്ടു. എനിക്കൊരു ഭയങ്കര ചിന്താകുലമാണ്. ഇത് ഇടയ്ക്ക് വല്ലതും പോയി ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? വളരെ ഭാരപ്പെട്ടപ്പോ ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം എന്നോട് പറയാ, ഫാസ്റ്റ് ഭാരപ്പെടുകയൊന്നും വേണ്ട, ടെൻഷൻ അടിക്കണ്ട, ഈ ബസ് അവിടെ വരെ ഉള്ളൂ. ഏതാ ലാസ്റ്റ് സ്റ്റോപ്പാണ് ജലന്ധർ, അവിടെ വരെ ഈ ബസ് ഉള്ളൂ. അപ്പോൾ എനിക്ക് സമാധാനമായി. അല്ല, ഞാൻ പറഞ്ഞു വന്ന എന്താണെന്നറിയോ? അവിടെ വരെ ഡെസ്റ്റിനേഷൻ ഉള്ളൂ, എനിക്കറിയാം. അതറിഞ്ഞപ്പോഴാണ് എന്റെ ഭാരം മാറിയത്. കാരണം എനിക്ക് ഇടയ്ക്കൊന്നും ഇറങ്ങണ്ട, ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങുന്നത്. സോ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഡെസ്റ്റിനേഷൻ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ഇനി അതോർത്ത് ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇനി ഉറങ്ങിപ്പോയാലും ബസ്സിലെ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവര് പറയും ഇത് ലാസ്റ്റ് സ്റ്റോപ്പായി ഇറങ്ങിക്കോളാൻ പറയും, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എന്നാ കാര്യം? അവസാനം എവിടെ എത്തിച്ചേരുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് എന്റെ ഭാരം മാറിയത്. ഇന്ന് ഞാൻ ആത്മാവിൽ പറയട്ടെ, പല സിറ്റുവേഷൻസിന്റെയും അവസാനം നിനക്കറിയാത്തത് കൊണ്ടാണ് നിന്റെ ചിന്താകുലം, നിന്നെ ചിന്ത ഭരിക്കുന്നത്, ചിന്താകുലങ്ങൾ ഇട്ട് നിന്നെ ഭരിക്കുന്നത്. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിനക്കറിയാത്ത കാര്യം നിന്റെ ദൈവത്തിനറിയാം. ഒരാമൻ എത്ര പേര് പറയും? നിനക്കറിയാത്ത കാര്യം നിന്റെ ദൈവത്തിനറിയാമെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഡിക്ലെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് ആത്മാവിനോട് പറയുന്നു, ഇന്ന് പകൽ മുതൽ നിനക്ക് ചിന്താകുലം വേണ്ട, നിനക്ക് ചിന്ത മതി. പ്രൈസ് ദി ലോർഡ്. ചിന്ത മതി, ചിന്താകുലം വേണ്ടെന്ന് ദൈവാത്മാവ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഇതിന്റെ ദോഷം? ഈ ചിന്താകുലം വന്നാലുള്ള ദോഷം എന്താണ്? പ്രൈസ് ദി ലോർഡ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 25-ന്റെ-14 വേഗത്തിൽ വായിക്കും. മത്തായി 25:14. സമ്പാദിച്ചു. ഒന്ന് ലഭിച്ചവനോ നിലത്തൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം എന്നിട്ട് കൊണ്ടുവന്നു. ഞാൻ 5 താലന്തും കൂടെ നേടി. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക. ഞാൻ ദൂതൊന്നും പറയുന്നില്ല, ആ വാക്യം അങ്ങ് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. അടുത്തത് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു, യജമാനനെ ഞാൻ 2 കൂടെ നേടി. അന്ന് അധികത്തിൽ വിചാരകനെ. അടുത്തത് പറഞ്ഞു. അടുത്ത 1 താലന്ത് ലഭിച്ചവൻ
അടുക്ക വന്നു. യജമാനനെ ആ ആ ആ ആ മറച്ചു വെച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ താലന്ത് യജമാനൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെന്ത് ചെയ്യണമെന്നറിയാതെ ഇവൻ അങ്ങ് ചിന്താകുലനായി. സ്തോത്രം. ഇതെന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? യജമാനൻ കൊടുത്തിട്ട് പോയത് എന്ത് ചെയ്യണമെന്ന് ഇവൻ അറിയത്തില്ല. ഇവൻ അതിനകത്ത് വളരെ ചിന്താകുലനായി. അവസാനം ഇവൻ കണ്ടെത്തിയ ഒരു മാർഗമാണ്, യജമാനം വരുന്നത് വരെ ഇതെന്ത് ചെയ്യാം, ഒളിപ്പിച്ച് വയ്ക്കാം. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. യജമാൻ ഉത്തരം പറഞ്ഞത്, ഒന്നുകൂടെ വായിച്ചേ. ദുഷ്ടനും, ആ വാക്ക് ഞാനങ്ങ് പറയുന്നില്ല, പോട്ടെ. അടുത്ത വാക്ക് മടിയൻ. മതി, അത്ര മതി, മനസ്സിലാക്കാനാണ് അത്ര മതി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചിന്താകുലങ്ങൾ ഹൃദയത്തിൽ പിശാചിട്ട് നിന്നെ ഭരിച്ചു കഴിഞ്ഞാൽ നീ ഒരു മടിയനാകും. അതാ ദോഷം. ഏറ്റവും വലിയ ദോഷം അതാ. ഏറ്റവും വലിയ ദോഷം അതാ. ജോലി ചെയ്യാൻ മടിയനാകും, പ്രാർത്ഥിക്കാൻ മടിയുള്ളയാകും, ആരാധിക്കാൻ മടിയാകും, ദൈവത്തെ മഹത്വപ്പെടുത്താനൊക്കെ മടിയാകും, ആലയത്തിൽ പോകാൻ മടിയാകും. ആത്മീയ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും എന്ത് വരും? മടി വരും, മടി വരും. ഞാൻ പരിശുദ്ധാത്മാവി പറയുന്നു, നിങ്ങൾ ചിന്താകുലങ്ങൾക്ക് അടിമപ്പെട്ടു പോകരുത്. നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾ മടിയുള്ളവരായി തീരും. അതാ ദോഷം. ദോഷം അതാ ദോഷം. പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിച്ചത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ മനുഷ്യൻ, അതിനു മുമ്പുള്ള രണ്ടുപേരും, അവർക്ക് കിട്ടിയ ആ താലന്ത് എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു. അതോർത്തവർ ചിന്താകുലരായില്ല. അവര് ചിന്തിച്ചു, ചിന്താകുലരായില്ല. ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എന്തുപറ്റി? അവർക്ക് കൊടുത്തതിന്റെ ഇരട്ടി യജമാനം വന്നപ്പോൾ നൽകാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഒരു താലന്ത് കിട്ടിയവൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയല്ല, ചിന്താകുലനായി തീർന്നു. ഇതെന്ത് ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് ചിന്താകുലനായി തീർന്നപ്പോൾ അവനൊന്നും നേടാൻ കഴിഞ്ഞില്ല. അവനെ യജമാനം വിളിച്ചു, നീ മടിയൻ. പലരെയും പ്രാർത്ഥനയ്ക്ക് വിളിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വരത്തില്ലല്ലോ. സാഹചര്യം ഉണ്ടെങ്കിലും സമയം ഉണ്ടെങ്കിലും മടിച്ചെന്ത് ചെയ്യും? വീട്ടിൽ ഇരിക്കും. എന്താ കാര്യം? നിങ്ങൾ തന്നെ പൂരിപ്പിച്ചു. യൂട്യൂബിൽ കയറി എന്തോരം നെറ്റ് കളയുന്നു. എന്നാ പ്രാർത്ഥനയുള്ളുമ്പോ സൂമിൽ എന്ത് ചെയ്തില്ല, കേറത്തില്ല. എന്നാ കാര്യം? മടിച്ചിരിക്കുക. മടിയാ, എന്നാ കാര്യം? ചിന്താകുലത്തിന്റെ അകത്ത് കിടക്കുക, ചിന്താകുലങ്ങളുടെ അകത്ത് കിടക്കുക. ചിന്തിക്കുന്നവനെ പിശാച് പിടിച്ചു കെട്ടത്തില്ല. പക്ഷെ ചിന്താകുലത്തിന്റെ അകത്ത് വീണുപോയാൽ പിശാചായിരിക്കും നിന്നെ കൺട്രോൾ ചെയ്യുന്നത്, പിശാചായിരിക്കും നിന്നെ നിയന്ത്രിക്കുന്നത്. ഇന്നു പകൽ ദൈവാത്മാവ് എന്നോടൊരു ദൂത് പറയുന്നു. ചിലരുടെ നിന്ന് ഈ വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ ചില ചിന്താകുലങ്ങൾ ഇന്നു പകൽ മാറണം. ചില ചിന്താകുലങ്ങൾ മാറണം. ചിലരുടെ മൈൻഡിൽ നിന്ന്, ചിലരുടെ ഹൃദയത്തിൽ നിന്ന് ചിന്താകുലങ്ങളിട്ട് പിശാചാകുന്നവൻ നിന്നെ ജയിക്കാൻ നോക്കുന്ന അവന്റെ പദ്ധതിയുണ്ടല്ലോ. ഇന്നു പകൽ ദൈവവചനത്തിന്റെ ശക്തി ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ ഇന്നു പകൽ അത് നീങ്ങി പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്. ഇത് വചനത്തിന്റെ വെളിപ്പാടാ. വെളിപ്പാടിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഇന്ന് വരെ ഞാൻ ആത്മാവിൽ കാണുന്നു പലരെയും ചിന്താകുലങ്ങളിട്ട്, സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട്, പല ചിന്താകുലങ്ങളിട്ട് പിശാചാകുന്നവൻ നിന്നെ മടിയനാക്കുകയാണ്, നിന്നെ മടിയനാക്കുകയാണ്, നിന്നെ തളർത്തുകയാണ്. ഇന്ന് പകൽക്കാലം അതിനെ ജയിക്കുന്ന ദൈവത്തിന്റെ കൃപ പ്രാപിക്ക്, കൃപ പ്രാപിക്ക്. വചനത്തിലൂടെ വിടുതൽ സ്വീകരിക്ക്, ആത്മാവിലൂടെ വിടുതൽ സ്വീകരിക്ക്.
എന്റെ ദൈവാത്മാവ് കാണിക്കുന്നു, ചിലരുടെ മൈൻഡിൽ വചനം വിടുവിക്കുന്നു, ചിലരുടെ ഹൃദയത്തിൽ വചനം ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ചിലരുടെ മനസ്സിൽ നിന്ന്, ചിലരുടെ ഹൃദയത്തിൽ നിന്ന് ചിലത് മാറിപ്പോകുന്ന പകലാണ്, മാറിപ്പോകുന്ന പകലാണ്. ചൂട് പിടിച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ഇന്ന് നിന്റെ ഹൃദയത്തെ തണുപ്പിക്കാൻ ഈ വചനത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ. ഇന്ന് ചില ചിന്താകുലങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആ വിടുതൽ നടക്കട്ടെ, ആ വിടുതൽ നടക്കട്ടെ, ആ വിടുതൽ നടക്കട്ടെ, ആ വിടുതൽ നടക്കട്ടെ, ആ വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ വിടുതൽ നടക്കട്ടെ, ആ വിടുതൽ നടക്കട്ടെ. ഇതെങ്ങനായി തീരും? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇതെങ്ങനാ മുൻപോട്ട് പോകുന്നത്? ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? ഓ ചിന്താകുലമെന്ന് പിശാചാകുന്നവൻ നിന്റെ സമാധാനത്തെ കളഞ്ഞ് പോരാടിക്കൊണ്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രം, പിശാചിന്റെ തന്ത്രം ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ഇന്നവനെ ജയിച്ചു പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുത്ത് പ്രാപിക്കുക, ഏറ്റെടുത്ത് പ്രാപിക്കുക, ഏറ്റെടുത്ത് പ്രാപിക്കുക, ഏറ്റെടുത്ത് പ്രാപിക്കുക. ആത്മാവിൽ ജയിക്കുക, ആത്മാവിൽ ജയിക്കുക, ആത്മാവിൽ ജയിക്കുക. എന്റെ ദൈവം ഇങ്ങനെ കാണിക്കുന്നു, ചൂട് പിടിച്ചിരിക്കുന്ന ചില ഹൃദയങ്ങൾ ഇന്നവകൾ തണുക്കാൻ പോകുകയാണ്. ചൂട് പിടിച്ചിരിക്കുന്ന ചില മനസ്സ് ഇന്നവകൾ വചനം തണുപ്പിക്കുകയാണ്. ആ വിടുതൽ നടക്കുമ്പോൾ നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിൽ ആ വിടുതൽ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ചില സാഹചര്യങ്ങൾ മുൻപിൽ എത്ര തിര പോലെ കയറി വന്നാലും അതിന്റെ മുമ്പിൽ നീ തല ഉയർത്തി പിടിച്ചു നിൽക്കും. കൃപ, സ്തോത്രം. ഇന്ന് പകൽ ഈ വിഷയത്തിനൊരു വിടുതൽ ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ ദൈവാത്മാവ് പറയുന്നു, ചില ചിന്തകൾ നിനക്ക് നല്ലതാണ്, ചിന്തിക്കണം, ചില കാര്യങ്ങൾ ചിന്തിക്കണം. എന്നാൽ ചില ചിന്തകൾ നിന്നെ ചിന്താകുലത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ നീ അവിടെ വെച്ച് അത് ബ്രേക്ക് ചെയ്യണം. അവിടെ വെച്ച് നീ അതിനെ ബ്രേക്ക് ചെയ്യണം. ചില ചിന്തകൾ നല്ലതാണ്, നല്ലതാണ്. സ്തോത്രം. തലമുറയെ കുറിച്ച് ചില മാതാപിതാക്കൾ ചിന്തിക്കും, അപ്പനെ അമ്മയെ കുറിച്ച് കുഞ്ഞുങ്ങൾ ചിന്തിക്കും, മുൻപോട്ടുള്ള ഭാവിയെ കുറിച്ച് ചിന്തിക്കും. ചില ചിന്തകളൊക്കെ നല്ലതാണ്. ശുശ്രൂഷയെ കുറിച്ചൊക്കെ ചിന്തിക്കും. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചില ചിന്തകൾ നിന്നെ ചിന്താകുലത്തിലേക്ക് നയിക്കുന്നു എന്ന് നിനക്ക് തോന്നിയാൽ, അതായത് നിന്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ നീ അതിനെ അവിടെ ബ്രേക്ക് ചെയ്യണം. നീ അതിനെ അവിടെ ബ്രേക്ക് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അതിനെ നീ അവിടെ ബ്രേക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ ചിന്ത മാറി ചിന്താകുലത്തിലേക്ക് അത് പ്രവേശിക്കും. അവിടെ കയറിയാൽ പിന്നെ നിന്നെ കൺട്രോൾ ചെയ്യുന്നത് പൈശാചിക ശക്തിയുടെ സാന്നിധ്യമായിരിക്കും. അമ്മേ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഉദാഹരണം പോലെ ഞാൻ പറയാം. ഒരു അവിയൽ ഉണ്ടാക്കുമ്പം പലവിധമാകുന്ന കാര്യങ്ങൾ ഇട്ടാണ് എന്ത് ചെയ്യുന്നത്? അവിയൽ ഉണ്ടാക്കുന്നത്. ഓരോ ചിന്തകളും അവിയലിന്റെ ഓരോ നമ്മളിടുന്ന ഇതാണെന്ന് വിചാരിച്ചോ. നമ്മളിടുന്നത് ഓരോ ചിന്തകളെ നമ്മളിങ്ങനെ എന്ത് ചെയ്യാ, വേണ്ടാത്ത ചിന്തകള് നമ്മളിങ്ങനെ മൈൻഡിൽ ഇടുക എന്ന് നിങ്ങൾ വിചാരിച്ചോ. പിശാചിന്റെ ജോലി എന്താ? നമ്മൾ ഇതെല്ലാം അടുപ്പിച്ചു കൊടുക്കും, പിശാച് ഇത് അവിയലും പരുവത്തിനാക്കും. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ ഇതാകെപ്പാടെ കുഴഞ്ഞൊരവസ്ഥ ആകും. നമ്മൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നു. മുരിങ്ങയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും, അല്ലേ? നമ്മൾ ഓരോരോ ചിന്ത അങ്ങോട്ട് ഇട്ട് കൊടുക്കും. പിശാച് എന്ത് ചെയ്യും? അതൊരു അവിയല് പരുവത്തിനാക്കി നിനക്ക് തരും. ഓ,
ആമേനൊക്കെ എവിടെ പോയി? സ്വോത്രമൊക്കെ എവിടെ പോയി? ഒരു പഴഞ്ചൊല്ലുണ്ട്, വടി കൊടുത്ത് സ്തോത്രം, വടി കൊടുത്ത് അങ്ങോട്ട് അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് പിശാചിനോട് പാചകം ചെയ്യല്ലെന്ന് പറയരുത് കേട്ടോ. സ്തോത്രം. അങ്ങോട്ടെല്ലാം ഒരുക്കി കൊടുത്തിട്ട് പിശാചെ നീ എന്ത് ചെയ്യരുത്, കുക്ക് ചെയ്യരുതെന്ന് പറയരുത്. മനസ്സിലായോ? ചിന്തിക്കണം, ചിന്തിക്കണം. പക്ഷേ ചിന്താകുലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യണമെന്ന് ദൈവാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കും. ഞാൻ വരിക വിഷയത്തിലേക്ക്. 3 കാര്യമാണ് ഇന്ന് പകൽ ചിന്തിക്കാൻ പോകുന്നത്. 3 കാര്യങ്ങളാണ് ചിന്തിക്കാനും പഠിക്കാനും പോകുന്നത്. 1, ഈ ചിന്താകുലമാകുന്ന വിഷയത്തെക്കുറിച്ച് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളെ ചിന്താകുലത്തിലേക്ക് നടത്തുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2, യേശു പറഞ്ഞ ഈ ചിന്താകുലം നമ്മുടെ ഉള്ളിൽ വന്നാൽ അനന്തര ഫലം എന്താണ്? ഈ ചിന്താകുലങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നാൽ അനന്തര ഫലങ്ങൾ എന്താണ്? അതാണ് രണ്ടാമത്തെ കാര്യം. 3, എങ്ങനെ അതിനെ പരിഹരിക്കാം, എങ്ങനെ അതിനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ അതിന്റെ അകത്തൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും, എങ്ങനെ അതിനെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് 3 ചിന്ത പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. അപ്പൊ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരാം. കർത്താവ് എന്താണ് നമ്മളെ ചിന്താകുലത്തിലേക്ക് പിശാച് കൊണ്ട് നയിക്കുന്ന കാര്യങ്ങൾ കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6:25 മുതൽ. ഒന്നാമത്തെ പോയിന്റ് ആണ് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25 മുതൽ വായിച്ചിരിക്കുന്നു. വായിക്കുന്നവർ വേഗത്തിൽ എന്റെ കൂടെ നിൽക്കണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും. അതായത് എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവൻ സംബന്ധിച്ചും എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരം സംബന്ധിച്ചും. അടുത്തത്, വിചാരപ്പെടരുത്. അടുത്ത, ആഹാരത്തെക്കാൾ ജീവനും ആഹാരത്തെക്കാട്ടിലും ജീവനും ഉടുപ്പിനെക്കാട്ടിലും ശരീരവും നല്ലതല്ലയോ എന്ന് യേശു പറയും. അടുത്ത, പറ, അയച്ചോ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേട്ടെ. ആകാശത്തിലെ പറവകളെ നിങ്ങൾ നോക്കുവിൻ. പാടിയാ പോരാ, വിശ്വസിക്കണം. അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നിങ്ങൾ കൂട്ടി വെക്കുന്ന പോലെ അത് കൂട്ടി വെക്കുന്നുമില്ല. അടുത്ത, സ്വർഗസ്ഥനാകുന്ന ഞങ്ങളുടെ പിതാവ് അവയെ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. നിങ്ങളെ പുലർത്തിയാലേ നിങ്ങൾ സ്വതന്ത്രം പറയത്തുള്ളൂ. അതുങ്ങളെ പുലർത്തിയാൽ നിങ്ങൾ സ്വതന്ത്രം പറയാത്ത സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അത് വിതയ്ക്കുന്നില്ല, അത് കൊയ്യുന്നില്ല, കളപ്പുരയിൽ എന്ത് ചെയ്യുന്നില്ല, അത് കൂട്ടിവെക്കുന്നില്ല. അടുത്തത് സ്വർഗസ്ഥനാകുന്ന ദൈവം അതിനു വേണ്ടുന്നത് കരുതുന്നില്ലേ? വായിച്ചോ. പുലർത്തുന്നു. അവയെക്കാട്ടിലും വിശേഷതയുള്ളവരാ നമ്മൾ. ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ, ആമേൻ പറ. ഇല്ല, ഞാൻ അവരെ പോലാണ് ഞാനെന്നും അവരെക്കാട്ടിലും താണയാളാ ഞാനെന്നും ഉള്ളവര് സ്വതന്ത്രം ചെയ്യണ്ട. അവരെക്കാട്ടിലും ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ശ്രേഷ്ഠനാണെന്ന് വിശ്വസിക്കുന്നവർ ആമേൻ പറയട്ടെ. അവരെക്കാട്ടിലും ശ്രേഷ്ഠമാകുന്ന വ്യക്തികളാണ് നമ്മൾ ദൈവത്തിന്
ദൈവം ഇന്ന് വിശ്വസിക്കുക, ഇന്ന് പകൽ വിശ്വസിക്കുക. അടുത്ത വാക്യം. നിങ്ങൾ ഇനി വിചാരപ്പെട്ടു എന്ന് വിചാരിച്ചോ? നിങ്ങൾ ഇനി വിചാരപ്പെട്ടെന്ന് വിചാരിച്ചോ? ആ വിചാരപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് നിങ്ങൾക്ക് വല്ലതും കൂട്ടാൻ കഴിയുമോ? നിങ്ങൾ വെറുതെ വിചാരപ്പെട്ട് ചിന്തിച്ച് ചിന്താകുലരായി നിങ്ങൾ എന്താ പറയാ, ഡിപ്രഷൻ അടിച്ചിരിക്കുക അല്ലാതെ നിങ്ങൾക്ക് എന്താ പ്രയോജനം? അടുത്തത്, ഉടുപ്പിനെ കുറിച്ച് വിചാരപ്പെടുന്നത് എന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിക്കുവിൻ. അടുത്ത, അവ അധ്വാനിക്കുന്നില്ല. മതി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, യേശുക്രിസ്തു പറയുക, ആകുല ചിന്തകൾ വരുന്ന ഒന്നാമത്തെ വിഷയം, ഒന്ന് വസ്ത്രം, ഭക്ഷണം എന്ന് വെച്ചാൽ ദൈനംദിന ജീവിതത്തിൽ വേണ്ടുന്ന വിഷയങ്ങളെ ഓർത്തിട്ടാണ് ചിന്താകുലം. അതില്ലെന്ന് ഒറ്റ ഒരെണ്ണം എന്നോട് പറഞ്ഞേക്കല്ലേ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എല്ലാം എന്തെങ്കിലും. സ്തോത്രം. ഈ ദൂത് എന്നോടല്ലെന്നെങ്ങാനും പറഞ്ഞ് ആരെങ്കിലും തലകുനിച്ച് സമർപ്പിച്ചിരുന്നാൽ നിന്റെ പ്രാർത്ഥനാ വിഷയം ഞാൻ ഇവിടെ പൊക്കി വെളിപ്പെടുത്തും. ഞാൻ ഇവിടെ കാണും. ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങളെ ഓർത്താണ് പിശാച് നിങ്ങളെ ചിന്താകുലരാക്കുന്നതെന്ന് യേശു പറയുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് അതിന്റെ അകത്തൂടെ പോകുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, നിനക്ക് ദൈവം ഒരു വിടുതൽ അയക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയാം. യേശുക്രിസ്തു പറയുന്നു, എന്തുടുക്കും, എന്ത് കഴിക്കും, എങ്ങനെ മുൻപോട്ട് പോകും എന്നതിനെ കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. യേശുവിന്റെ നാമത്തിൽ ആ വിചാരങ്ങളെ ദൈവ സാന്നിധ്യം ഇറങ്ങി തകർത്തു കളയാൻ പോകുകയാ. ആ വിചാരങ്ങളെ പരിശുദ്ധാത്മാവിന് ജയിക്കാൻ പോകുകയാ. ശക്തമായിട്ട് ചാരത്തും ദൂരത്തും ഇരിക്കുന്നവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. പല സമയങ്ങളിലും നിന്നെ ഈ വിചാരങ്ങൾ അലട്ടുകയാണ്. ദൈവത്തിന്റെ ആത്മാവെന്നെ വിവേചിക്കുന്നു. പലരുടെയും ഹൃദയത്തെ അലട്ടുന്ന വിഷയമാണ്, എങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ ജീവിക്കും, എങ്ങനെ ഞങ്ങൾ മുൻപോട്ട് പോകും. ഭക്ഷണം ഓർത്ത്, അല്ലെങ്കിൽ സാഹചര്യത്തിന്റെ അനുഭവങ്ങൾ ഓർത്ത് ഭാരപ്പെടുന്ന ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്ന പറവകളെ നോക്കുവിൻ. അല്ലെങ്കിൽ അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ അത് കൂട്ടിവെക്കുന്നില്ല, പക്ഷെ അതിനെ വരെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ വയലിലെ താമര വളരുന്നത് അത് അധ്വാനിച്ചിട്ടല്ല, സർവശക്തനാകുന്ന ദൈവം അതിനെ വളർത്തുന്നതാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, കുഞ്ഞേ, നീ വിചാരപ്പെടരുത്, നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്. അതിനെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ടാണ് ദൈവം എന്നെയും നിന്നെയും കണ്ടിരിക്കുന്നത്. ആ ദൈവം നിനക്ക് വേണ്ടി കരുതും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതുവരെ നീ ഉടുത്തത് ദൈവം നിനക്ക് തന്നിട്ടല്ലേ? ഇതുവരെ നീ കഴിച്ചത് ദൈവം നിനക്ക് തന്നിട്ടല്ലേ? ഇതുവരെ നിനക്കുണ്ടായതല്ല, ദൈവം നിനക്ക് തന്നിട്ടല്ലേ? ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കുന്നവർ ആത്മാവിൽ ഏറ്റെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? ഇന്ന് വൈകാലം കൂട്ടിവെക്കാൻ ഒന്നുമില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടുന്നത് ഇതുവരെ കരുതാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ അവൻ വീണ്ടും കരുതാൻ ശക്തനത്രേ.
എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഉറപ്പുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉറപ്പുള്ളവർ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ദൈവത്തിന് ശ്രേഷ്ഠമാണെങ്കിൽ, നീ ദൈവത്തിന് വിലപ്പെട്ടതാണെങ്കിൽ, നിന്നെ കുറിച്ച് ദൈവത്തിന് ഒരു ചിന്തയുണ്ടെങ്കിൽ, എന്നോട് കർത്താവ് പറയുന്നു, ഇതുവരെ നിനക്ക് ധരിക്കാൻ എന്റെ ദൈവം വസ്ത്രം തന്നെങ്കിൽ, ഇതുവരെ ഭക്ഷിക്കാൻ ദൈവം നിനക്ക് ഭക്ഷണം തന്നെങ്കിൽ, വരും ദിവസങ്ങളിലും നിനക്ക് വേണ്ടുന്നത് ഒരുക്കാൻ ദൈവം ശക്തനാണെന്ന് പ്രാർത്ഥനാ മുറിയിൽ ദൈവം എന്നോട് ഇടപെടാനിടയായി തീർന്നു. വിശ്വസിച്ചേറ്റെടുത്താമേ പറ. കൃപ യേശുവിന്റെ നാമത്തിൽ. സ്തോത്രം, സ്തോത്രം. ഞാൻ ആത്മാവി പറയാം, ഒരുപക്ഷെ മാറാൻ ഡ്രസ്സില്ലെങ്കിൽ, ഒരുപക്ഷെ കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിൽ, നീ അതോർത്ത് ഭാരപ്പെടരുത്. തക്ക സമയത്ത് നിനക്ക് വേണ്ടുന്ന ദൈവം ഒരുക്കി തരും. ദൈവം എന്നോടൊരു ദൂത് പറയുന്നു. സാരഭാത്തിലെ വിധവയുടെ അടുത്ത് ഏലിയാവ് ചെന്നിട്ട് ഉള്ള മാവോ എണ്ണയും വെച്ച് നീ എനിക്കൊരു അടയുണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന അട കരങ്ങളിൽ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഏലിയാവ് പറ്റിച്ചു മടങ്ങിപ്പോയി. ക്രൈസ്തലോട് അതിനുശേഷം അടുത്ത മഴ പെയ്ത് നന്മ ആ ദേശത്തു വിളയുന്ന സമയം വരെ വിശുദ്ധ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, കലത്തിലെ മാവ് കുറഞ്ഞില്ല. അതായത് രാവിലെ കലത്തിന്റെ അകത്ത് കൊണ്ടുപോയി കൈയിടുമ്പോൾ കലത്തിന്റെ അകത്ത് മാവുണ്ട്, എണ്ണയെടുക്കുമ്പോൾ എണ്ണയുണ്ട്. ഉച്ചയ്ക്ക് വീണ്ടും കലത്തിന്റെ അകത്ത് പോയി കൈയിടുമ്പോൾ മാവുണ്ട്. വീണ്ടും എന്ത് ചെയ്യുക? ക്രൈസ്തവനോട് കണ്ണിൽ എണ്ണ നോക്കുമ്പോ എണ്ണയുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് വേണ്ടുന്ന സമയത്ത് എന്റെ ദൈവം അവരുടെ വിശപ്പടക്കാൻ എന്റെ ദൈവം അവർക്ക് കൊടുത്തോണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നു. നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്, നീ വേദനിക്കരുത്. ഈ അവസ്ഥ കണ്ട് നീ ചഞ്ചലപ്പെടരുത്, ഈ അവസ്ഥ കണ്ട് നീ ദുഃഖിക്കരുത്, ഈ സാഹചര്യം കണ്ട് നീ പുറകോട്ട് പോകരുത്. പരിശുദ്ധാത്മാവ് നിന്നോട് ദൂത് പറയുന്നു, ഇതുവരെ നിന്നെ നടത്തിയവൻ ഇനിയും നിന്നെ നടത്താൻ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അതാത് സമയത്ത് നിനക്ക് വേണ്ടുന്നത് ഒരുക്കി തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. വിശ്വസിക്കുക. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ഉറപ്പുണ്ട്? പരിശുദ്ധാത്മാവിനോട് ചില ഹൃദയങ്ങളെ വിവേചിച്ചുകൊണ്ട് ദൂത് പറയുന്നു, അതാത് സമയത്ത് നിനക്ക് വേണ്ടുന്നത് ദൈവം ഒരുക്കി തരാൻ പോകുന്നു. ദൈവം ഒരുക്കി തരാൻ പോകുന്നു. കർത്താവിനോട് ശക്തമായി ആ ദൂത് വിളംബരം ചെയ്യാൻ ഇടപെടുക. അതാത് സമയം നിന്റെ ആദ്യ വിഷയങ്ങൾ വേണ്ടി വരുമ്പോൾ അതാത് സമയത്ത് നിനക്ക് വേണ്ടുന്നത് സർവശക്തനാകുന്ന ദൈവം നിനക്കൊരുക്കി തരുമെന്ന് പറയാൻ ദൈവത്തിന്റെ ആത്മാവെന്നോട് ഇടപെടുകയാണ്. ചിലത് പ്രാർത്ഥിച്ചിട്ട് നിന്റെ മുൻപിൽ വെളിപ്പെടുന്നില്ലെങ്കിൽ നീ വിശ്വസിച്ചോണം, നിന്റെ സമയമായിട്ടില്ല. അതോർത്ത് നീ ഭാരപ്പെടരുത്. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നിന്റെ സമയം അല്പം നീണ്ടുപോയാലും നീ ഭാരപ്പെടരുത്. അതുവരെ ഒരു ചിന്താകുലത്തിലേക്ക് നിന്നെ തള്ളിയിടാൻ സർവശക്തൻ അനുവദിക്കത്തില്ല. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, നീ ഉറപ്പോടെ പ്രാർത്ഥിക്ക്. ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, ഇതുവരെ കൊണ്ടുവന്നവൻ വീണ്ടും നിന്നെ നടത്തി.
വീണ്ടും നിന്നെ നടത്തും, വീണ്ടും നിന്നെ നടത്തും എന്ന് തന്നെ എന്റെ കാതുകളിൽ ആത്മാവ് പറയുന്നു. എന്റെ കാതുകളിൽ ആത്മാവ് പറയുന്നു. എന്റെ കാതുകളിൽ ആത്മാവ് പറയുന്നു. ഇതുവരെ കൊണ്ടുവന്നവൻ നിന്നെ നടത്തുമെന്ന്. യേശുക്രിസ്തു പറയുന്ന രണ്ടാമത്തെ ചിന്ത മത്തായിയുടെ സുവിശേഷം 10:16 ഒന്ന് വായിച്ചോട്ടെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. മത്തായി 10:16. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും മതി. സ്തോത്രം. ഇതെന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള കാഴ്ചവെപ്പിൽ ചില പീഡനങ്ങൾ നിങ്ങൾക്ക് വരും. അതാ യേശുക്രിസ്തു പറയുന്നത്. ചെന്നായ്ക്കളുടെ നടുവിൽ ഒരു കുഞ്ഞാടിനെ പോലെ, ഒരാട്ടിൻകുട്ടിയെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതായത് ഒരു പീഡന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ പുറപ്പെടുകയാണ്. യേശുക്രിസ്തു പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ നിങ്ങൾ ചിന്താകുലരാകും. പല പീഡനങ്ങളും, പല പ്രതികൂലങ്ങളും, പല പ്രതിസന്ധികളും നിങ്ങളുടെ ശരീരത്തിനോട്, നിങ്ങളുടെ ജീവിതത്തിനോട് ആഞ്ഞടിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ഭാരപ്പെടരുത്, നിങ്ങൾ ചിന്താകുലരാകരുത്. അവിടെ നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ മനസ്സുള്ളവരായിരിക്കും. യേശുക്രിസ്തു നമ്മളെ ഉപദേശിക്കുന്ന കാര്യമാണ്, അല്ലെ? എന്തെങ്കിലും ജീവിതത്തിൽ ഒരു ശോധന വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലേ? നല്ല സ്വഭാവത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിന്റെ പേര് പറയുന്നത് കുറ്റം പറയാനല്ല. നല്ല സ്വഭാവത്തിൽ ഇരിക്കുമ്പോ 5 പ്രാവശ്യം ദൈവമേ എന്ന് വിളിക്കുമ്പോൾ കുറ്റം പറയുമ്പോ 10 പ്രാവശ്യം ഈ ദൈവം എന്ന്. യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്. അത് ഫുൾ സ്റ്റോപ്പ്. അവിടെ ഉണ്ടാവാം, ഉണ്ടായിരിക്കാം, ഉണ്ടായേക്കാം, ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നല്ല പറഞ്ഞ്, നിങ്ങൾക്ക് ഉണ്ട് എന്ന് യേശു പറഞ്ഞത്. നിങ്ങൾക്ക് എന്തുണ്ട്? ലോകത്തിൽ കഷ്ടമുണ്ട്. നിങ്ങൾ വിചാരിക്കും പൈസ ഉള്ളവന് കഷ്ടമില്ലെന്ന്. പൈസ ഉള്ളവൻ അവന്റേതാകുന്ന ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് അവരുടേതാകുന്ന ടെൻഷനും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഇല്ലാത്തവർക്ക് അതിൻ്റെതാകുന്ന ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് കേൾക്കണം. പക്ഷേ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, ചില വിഷയങ്ങൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കും. യേശുക്രിസ്തു പറയുക, നിങ്ങൾ പാമ്പിനെ പോലെ ബുദ്ധി ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിച്ചാലേ നിന്റെ ചിന്തകളെ പിശാച് പ്രവർത്തിക്കാതിരിക്കുന്നു. പ്രാവിനെ പോലെ മനസ്സായിരിക്കണം എന്ന് വെച്ചാ നിന്റെ മൈൻഡിലും നിന്റെ ഹൃദയത്തിലും പിശാച് പ്രവർത്തിക്കാൻ ഇട കൊടുക്കരുത്. ആ അനുഭവങ്ങളിൽ അതിനെ ജയിക്കാൻ നീ ഇങ്ങനെ ആയിരിക്കണമെന്നാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മളെങ്ങനെ എന്തെങ്കിലും ജീവിതത്തിലേക്ക് ഒരു പീഡനാനുഭവങ്ങളോ പ്രയാസമോ വരുന്നുണ്ട്, നമ്മളെങ്ങനെ പ്രാവിനെ പോലെ ബുദ്ധിയും പാമ്പിനെ പോലെ മനസ്സും. അതുകൊണ്ടാണ് നീ ശരിയാകാത്തത്, അല്ലേ? യേശുക്രിസ്തു എന്താ പറഞ്ഞേ? പാമ്പിനെ പോലെ ബുദ്ധി വേണമെന്ന്. പക്ഷെ ഇപ്പൊ എങ്ങനെ പോന്നേ? പാമ്പിനെ പോലെ മനസ്സെങ്ങനെ പാമ്പിനെ പോലെ മനസ്സ്. ചിലരുടെ മനസ്സ് കണ്ടാൽ
പാമ്പ് അതിനേക്കാളും ഡീസന്റ് ആണെന്ന് തോന്നിപ്പോ. സ്തോത്രം. അതില്ലല്ലോ. സ്തോത്രം. Praise the Lord. Praise the Lord. പാമ്പിനെ പോലെ ബുദ്ധി. പാമ്പിന് ഒരു സ്വഭാവമുണ്ട്, എന്നെ ആരും എന്ത് ചെയ്യരുത്, കാണരുത്, എന്നെ ആരും കാണരുത്. പാമ്പ് വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതാണ്. വളരെ രഹസ്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നതാണ് പാമ്പ്. നമ്മളങ്ങനെ വളരെ പരസ്യമായിട്ട്, അതുകൊണ്ടാണ് നീ ഇങ്ങനെ കിടക്കുന്നത്. നമ്മളങ്ങനെ വളരെ പരസ്യമായിട്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് കൊണ്ട് പറയാം, ചില കാര്യങ്ങൾ നീയും ദൈവമേ അറിയാവൂ. ചില കാര്യങ്ങൾ നീയും ദൈവമേ അറിയാവൂ. വളരെ രഹസ്യമായിട്ട് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. മറുപടി വെളിപ്പെടുമ്പോ അത് പരസ്യമായിക്കോളും. ഹല്ലേലൂയ. മറുപടി വെളിപ്പെടുമ്പോ അത് പരസ്യമായിക്കോളും. നിങ്ങളെ ഏലിയാവിന്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമോ? ഏലിയാവ് രഹസ്യമായിട്ട് മണിക്കൂർ പ്രാർത്ഥിക്കും, പക്ഷെ പരസ്യമായിട്ട് 1 മിനിറ്റ് എടുക്കുന്നു. രഹസ്യമായിട്ട് അന്ന് വേണമെങ്കിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. മുഴങ്കാലുകളുടെ ഇടയിൽ തല തിരുകി എന്ത് ചെയ്യും? മണിക്കൂറുകൾ. ആര് പ്രാർത്ഥിക്കും? ഏലിയാവ് പ്രാർത്ഥിക്കും. ആ മനുഷ്യൻ പുൽപ്പിറ്റയിലോട്ട് വന്നു നിന്ന് യേശുവിന്റെ നാമത്തിൽ തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? തീ ഇറങ്ങും. ആ പ്രാർത്ഥനയ്ക്ക് 1 മിനിറ്റ് വേണ്ട. കാര്യം എന്നാന്നറിയാമോ? രഹസ്യമായ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ നേരെ എങ്ങനെ? നമുക്ക് രഹസ്യമായിട്ട് നമ്മൾ 5 മിനിറ്റ് പ്രാർത്ഥിക്കും, പരസ്യമായിട്ട് തീ ഇറക്കാൻ വേണ്ടി 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുക. വെറുതെ പ്രസംഗിക്കുന്ന ആളുടെ സമയം പോവുകയല്ലാതെ, വെറുതെ ആരാധന സമയം പോവുകയല്ലാതെ ഒരു തീയും എന്ത് ചെയ്യത്തില്ല. ഹലോ, ഉള്ള തീയും കൂടെ പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ പഠിക്കണം, അറിഞ്ഞിരിക്കണം. Praise the Lord. അപ്പം ജീവിതത്തിൽ ചില കഷ്ടങ്ങൾ, ചില വേദനകൾ, ശാരീരികമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചിന്തിക്കരുത്. ചിലരുടെ ചിന്തയാ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർ ചിന്തിക്കും നീലപ്പടുത, കസാര ഇറക്കി വെക്കുന്ന, ആംബുലൻസ് കയറി വരുന്നു. സ്തോത്രം. ഞാൻ പറയുന്നതല്ല, പരിശുദ്ധാത്മാവ് വിവേചിച്ച് തരുന്നതെന്നൊക്കെ പറയാം. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാ പിന്നങ്ങ് ചിന്തിക്കും, ഇതോടെ എന്ത് ചെയ്തു, ഇതോടെ തീർന്നു. സ്തോത്രം. ശരീരത്തിൽ ചില രോഗങ്ങളൊക്കെ വന്നു കഴിയുന്ന ഉടനെ ഇതോടെ അവസാനിച്ചെന്ന ചിലരുടെ ചിന്ത. ഈ ചിന്താകുലങ്ങൾ ഇട്ട് 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 പിശാച് നിന്നെ തകർത്തോണ്ടിരിക്കുക. ആമേൻ. ദൈവത്തിന്റെ ആത്മാവിനോട് ഒരു കാര്യം ദൂത് പറയാ, ദൈവം അറിയാതെ ഒന്നും നിന്റെ ലൈഫിൽ വരത്തില്ല. ദൈവം അറിയാതെ നിന്റെ ശരീരത്തിൽ ഒരു രോഗം വരത്തില്ല. ദൈവം അറിയാതെ നിന്റെ തലയിൽ നിന്നൊരു തലമുടി നാല് താഴെ വീഴത്തില്ല. അതുപോലും അറിയുന്നൊരു ദൈവമാ നിന്റെ ദൈവം. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഏത് ശാരീരികമാകുന്ന പീഡനങ്ങൾ നിങ്ങൾ അനുഭവിച്ചാലും അതിന്റെ നടുവിൽ നിങ്ങളെ വിടുവിച്ചു ദൈവം ശക്തനാണെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമെന്ന്. ഇനി ഞാൻ ഒരു
ഒരു ദൂത് പറഞ്ഞോട്ടെ, ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു ദൂത് പറഞ്ഞോട്ടെ. ഇതിനു മുമ്പ് എത്രയോ പീഡനങ്ങൾ നിന്റെ ശരീരത്തോട് പിശാചാകുന്നവൻ കൊണ്ടിട്ടതാണ്. മരണത്തെ മുഖം കണ്ട് ജീവിതം തീരുമെന്ന് നീ വിചാരിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ നീ തകർന്നു പോകാതെ, നീ ഉടഞ്ഞു പോകാതെ എന്റെ ദൈവം നിന്നെ വിടിവിച്ചു നിർത്തിയില്ലേ? ആ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് മകൻ നിന്നോട് വിളിച്ചു പറയുന്നു, നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്. നിന്റെ ശരീരത്തെ പലവിധമാകുന്ന അസ്വസ്ഥതകളിട്ട് അലട്ടി പല ചിന്താകുലങ്ങളിലേക്ക് നിന്നെ കൊണ്ടിട്ട് നിന്റെ മനസ്സിനെ പിശാചാകുന്നവൻ പിടിമുറുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മകൻ ആത്മാവ് പറയുന്നു, ദൈവം അറിയാതെ ഒന്ന് ഞാൻ ദൂത് പറയുമ്പോൾ ആരാധിക്കാതെ ദൂത് പറഞ്ഞത് കേട്ടിട്ട് ആരാധിക്കണം. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൂത് പറയുമ്പോൾ ആരാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൂത് പറഞ്ഞ് ഞാൻ നിർത്തി, ശ്വാസം വിടുമ്പോ നിങ്ങൾ നിർത്തി. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂത് കേട്ടിട്ട് ഹല്ലേലൂയ. ഞാൻ ദൂത് ഫുൾ സ്റ്റോപ്പ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു, എന്നാലേ ആ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലാകത്തുള്ളൂ. അല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആത്മാവിൽ ആരാധിച്ചിട്ട് ഇത് കേൾക്കുവോ? അതുമില്ല. ഞാൻ വീണ്ടും ശബ്ദം, നിങ്ങളുടെ ഐഡിയ കാരണം ഞാൻ വീണ്ടും ശബ്ദം. സ്തോത്രം. ദൂത് കേട്ടിട്ട് ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയാ, ശരീരത്തിൽ പല പീഡന അനുഭവങ്ങൾ വരുമ്പോൾ, അതായത് രോഗങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന്റെ മുമ്പിൽ ചിന്തിച്ച് 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 പിശാചിന് ഇടം കൊടുക്കരുതെന്ന യേശു പറഞ്ഞു. പല പീഡനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ നിങ്ങൾ അത് ചിന്തിച്ച് നിങ്ങൾ പിശാചിന് പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. നിങ്ങൾക്ക് ഇതിനു മുമ്പ് എന്തെല്ലാം വന്നിരുന്നു, അവിടെ നിന്നെല്ലാം നിങ്ങളുടെ കൈ പിടിച്ച് ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇപ്പോൾ നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവാ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഇപ്പോൾ അനുഭവിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത്, ചില വലിയ പ്രയാസത്തിന്റെ അകത്ത്, ചില പീഡനങ്ങളുടെ അകത്ത് പരിശുദ്ധ ആത്മാവ് നിന്നെ വിടുവിക്കാൻ ശക്തനാണെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ആത്മാവിൽ ദൈവത്തിന് മഹത്വം കൊടുത്തു. ഇന്ന് പകരം അഴിയുകയാ, ഇന്ന് പകരം വിടുവിക്കപ്പെടുകയാ. ചിലരുടെ ശരീരത്തോട് വെല്ലുവിളിച്ച് പോരാടി നിന്ന് അതിനെ പലവിധമാകുന്ന ചിന്തകളിട്ട് പോരാടുന്ന ആ പൈശാചിക തന്ത്രത്തെ യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. അങ്ങനെ ആരെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മകൻ നിനക്ക് വിടുതല. ഇന്ന് മകൻ നിനക്ക് വിടുതല. ഇന്ന് മകൻ നിനക്ക് വിടുതല. കുഞ്ഞെ, ആത്മാവിനോട് ഇടപെടുന്നു. ചില ശരീരത്തിൽ ചില രോഗാവസ്ഥകളുണ്ട്, അല്ലെങ്കിൽ ഭവനത്തിൽ ചില ഞെരുക്കങ്ങളുണ്ട്, ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അത് ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവരോട് ആത്മാവ് പറയാ, നിന്നോട് പറയുന്നു, ഇന്ന് പകൽ നീ വ്യാകുലപ്പെടുന്നത് പോലെ ചിലതൊന്നും സംഭവിക്കത്തില്ല. നീ ചിന്തിക്കുന്നത് പോലെ ചിലതൊന്നും സംഭവിക്കത്തില്ല. പിശാചാകുന്നവൻ നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പോലെ ചിലതൊന്നും സംഭവിക്കത്തില്ല. നിന്നെ ഇതുവരെ വിടുവിച്ചു കൊണ്ടുവന്ന ദൈവം ഇന്ന് പകൽ ആ വിഷയത്തിന്റെ അകത്ത് ഇറങ്ങുന്നു എന്ന് ദൈവം ഇടപെടുന്നു.
പ്രാപിക്കട്ടെ, അവിടുന്ന് പ്രാപിക്കട്ടെ, അവിടുന്ന് പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് പ്രാപിക്കട്ടെ. ശാരീരികമായി അല്ലാതെ ഒന്നിനെ ഞെരുക്കുന്ന പോരാടുന്ന വിഷയം ഇന്നവകൾ സർവശക്തൻ വിടുവിക്കുന്നു എന്ന് ആത്മാവിനോട് പറയുന്നു. നീ ചിന്തിക്കുന്നത് പോലെ ചിലത് സംഭവിക്കത്തില്ല. വിശ്വരാകുന്നവൻ നിന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പോലെ ചിലത് സംഭവിക്കത്തില്ല. ദൈവം അതിനു മുൻപേ പ്രവർത്തിച്ചിരിക്കുമെന്ന് ആത്മാവ് ഇടപെടുകയാണ്. അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ആ സിറ്റുവേഷൻ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ആ സാഹചര്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് മകനെ ദൂതന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാപിക്കാം. ദൈവം തരുന്ന ദൂത് ഏറ്റെടുത്ത് ആരാ വിടുതൽ പ്രാപിച്ചോ? പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് നൽകി തരുന്ന വെളിപ്പാടനുസരിച്ച് വിടുതൽ പ്രാപിച്ചോ? അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാ. ദൈവം ഏൽപ്പിച്ച കാര്യം ഞാൻ കൈമാറുകയാണ്. മൂന്നാമത്തത് മത്തായിയുടെ സുവിശേഷം 6:34. യേശു ക്രിസ്തു പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടുക, സമയമില്ല. മാത്യു നാളെ മതി. യേശുക്രിസ്തു പറയുന്ന മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നാളെ ഓർത്ത്, ഫ്യൂച്ചറിനെ ഓർത്ത്, ഭാവി ഓർത്ത് നിങ്ങൾ വിചാരപ്പെടും. പിശാച് കൊണ്ടിടുന്ന ഏറ്റവും വലിയ ചിന്താകുലം അതാ. നാളെ ഓർത്ത്, നാളെ എങ്ങനെ, കുഞ്ഞുങ്ങളുടെ ഭാവി നാളെ എങ്ങനെ, ഭവനത്തിന്റെ അവസ്ഥ നാളെ എങ്ങനെ. ഇതാണ് പലരുടെയും ചിന്താകുലം. എന്നാൽ കർത്താവ് പറയുക, നാളെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടും. നിങ്ങൾ ഇന്നോർത്ത് ചിന്തിച്ചാൽ മതി. ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചാൽ മതി. പരിശുദ്ധാത്മാ വചനത്തിലൂടെ പറയുന്നു, നാളെ ഓർത്ത് നിങ്ങൾ ചിന്താകുലരാകരുത്. നാളെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപോട്ടുള്ള ഭാവി ഓർത്ത് നിങ്ങൾ ചിന്താകുലരാകരുത്. ചിന്തിക്കരുതെന്നല്ല, ചിന്താകുലരാകരുത്. പിശാചിനെ പ്രവർത്തിക്കാൻ ഇടം കൊടുക്കരുത്. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. നീ ഉരുവായത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. ഹലോ, നീ ജനിച്ചത് ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. നീ ഇതുവരെ വളർന്നതും ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ്. അങ്ങനെയെങ്കിൽ നാളെ നിന്നെ നടത്താൻ ദൈവത്തിന് പദ്ധതി ഇല്ലയോ എന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാളെ ഓർത്ത് നീ ഭാരപ്പെടണ്ട, നാളെ ഓർത്ത് നീ വേദനിക്കണ്ട. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചില ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നാളെ ഓർത്ത് കുഞ്ഞെ നീ ഭാരപ്പെടരുത്. ഓ സ്തോത്രം. ദൈവത്തിന് മഹത്വം. നാളെ ഓർത്ത് നീ ഭാരപ്പെടരുത്, നാളെ ഓർത്ത് നീ വിചാരപ്പെടരുത്. ആ ചിന്തകളിട്ട് പിശാചാകുന്നവൻ പോരാടുന്ന ചില പോരാട്ടങ്ങൾ യേശുവിന്റെ നാമത്തിൽ, ഈ വചനത്തിന്റെ ശക്തിയാൽ ഞാൻ ആത്മാവിൽ അതിനെ അഴിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നവൻ ആത്മാവിൽ ഞാൻ അവനെ അഴിക്കുന്നു. നാളെ കുറിച്ചുള്ള ചിന്തകളിട്ട് പോരാടുന്നത് യേശുവിന്റെ നാമത്തിൽ മാറട്ടത്. ഇന്നവകൾ ആത്മാവ് വിടുതൽ ചെയ്യുന്നത് ഞാൻ കാണുക. നാളെ കുറിച്ച് ചിന്തകളിട്ട്, ഭാരങ്ങളിട്ട്, വേദനകളിട്ട്, പ്രയാസങ്ങളിട്ട് നിന്നെ അലട്ടുന്ന ആ മേഖല ഇന്നവകൾ യേശുവിന്റെ നാമത്തിൽ എന്റെ ദൈവം അതിനെ അഴിച്ചു മാറ്റുന്നു. പ്രാപിക്കുക. വചനത്തിലൂടെ വിടുതൽ സ്വീകരിക്കുക.
യേശുവിന്റെ നാമത്തിൽ നാളെ കുറിച്ച് ചിന്തയിട്ട് വിചാരപ്പെടുത്തുന്ന ആ മേഖല ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. Karmasi, Hundara, Sheke, Mala, Toremesi, Horamasi, Kala, Alma, Hudiangala, Adela, Tuya, Pamatana, Abdel Kamana, Maya, Vidara Padana, Vedu, Kariga, Norivan Nipanda, Kariga, Norivan Nipanda, Kariga, Norivan Nipanda. Pravika, ഞാൻ ആത്മാവിൽ പറയാ, ഈ വിടുതൽ നടക്കുന്നത് പുറമേയല്ല, ഈ വിടുതൽ നടക്കുന്നത് നിന്റെ അകത്ത്, നിന്റെ മൈൻഡിൽ, നിന്റെ ഹൃദയത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ ഹൃദയത്തിലാണ് ഈ വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാപിച്ചെടുക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നാളെ കുറിച്ച് വിചാരങ്ങളിട്ട് ചിന്തകളിട്ട് നിന്നോട് പോരാടുന്ന പിശാചിന്റെ തന്ത്രത്തെ ഇന്ന് മുതൽ യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ ഗ്രഹിക്കുന്നു. അല്പനേരം ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച് നടക്കട്ടെ. സാഹചര്യം ഓർത്ത് നാളെ എന്തായി തീരുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന ചില ഹൃദയങ്ങളെ ഇന്ന് മകൾ എന്റെ ദൈവം വിധിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ പ്രാപിക്കട്ടെ. നാളെ കുറിച്ച് ചിന്തിപ്പിച്ച് നിന്നെ മടിപ്പിക്കുന്ന ആ പിശാചിന്റെ പോരാട്ടത്തെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിച്ചു മാറണം. രക്തം ജയം. ഞാൻ ഒരു കാര്യം പറയാം, കഴിക്കാൻ ആകാരമില്ലെന്ന് കണ്ടപ്പോ പിറുപിറുത്തു ഇസ്രായേൽ ജനം. കുടിക്കാൻ വെള്ളം കിട്ടാതെ വന്നപ്പോ പിറുപിറുത്തു ഇസ്രായേൽ ജനം. ഹലോ, ഒരു സ്ത്രീയുടെ വെല്ലുവിളിയുടെ മുൻപിൽ നാളെ എന്റെ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിച്ചവൻ മരിച്ചാ മതിയെന്ന് പറഞ്ഞു. മനസ്സിലായോ? അടുത്ത സമയത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന ഇതൊക്കെയാ. പെറുപെറുപ്പുണ്ടാവും. ഈ ജീവിതം അങ്ങ് മടുത്തങ്ങ് തീർന്നാ മതിയായിരുന്നു എന്ന് പറയും. പറഞ്ഞവരുണ്ടായിരിക്കും, വെറുതെ യുവാത്മാ പറയുന്നില്ല. ഇതങ്ങ് തീർന്നാ മതിയായിരുന്നു, സ്തോത്രം എന്ന് പറയും. രണ്ട് കാര്യം ഇപ്പൊ പറയുന്നില്ല, എല്ലാം കൂടെ പറയാൻ നേരെ. ഞാൻ പറഞ്ഞു വന്നത് നാളെ കുറിച്ചുള്ള ചിന്താകുലം നിന്നെ മാനസികമായി കുഞ്ഞെ തകർക്കും. പിറുപിറുക്കും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയും. നാളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഭാരമില്ലെന്ന് പിശാചിനോട് പറ. നാളെ കുറിച്ച് നീ എന്റെ മേൽ ചിന്താകുലങ്ങൾ കൊണ്ടിടുമ്പോ പിശാചേ, നാളെ കുറിച്ച് എനിക്ക് ഭാരമില്ല പിശാചേ, കാരണം നാളെ എനിക്ക് വേണ്ടി കരുതാൻ ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ആകുലരാകരുത്, നിങ്ങൾക്ക് വേണ്ടി നാളെ കരുതാൻ ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞ 3 ചിന്താകുലമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. ഒന്ന്, ഹല്ലേലൂയ, ജീവനെ നിലനിർത്താനുള്ള ആഹാരം.
രണ്ട്, ശരീരത്തെ ധരിപ്പിക്കാനുള്ള വസ്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പിശാചാകുന്നവൻ ഇടുന്ന ചിന്താകുലം. രണ്ട്, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകളും പീഡനങ്ങളും വരുമ്പോഴുള്ള ചിന്താകുലം. മൂന്ന്, നാളെ ഓർത്തുള്ള ചിന്താകുലം, ഫ്യൂച്ചറിനെ ഓർത്തുള്ള ചിന്ത. ഇത് മൂന്നും യേശുക്രിസ്തു പറഞ്ഞു, ഇത് മൂന്നും നിങ്ങളെ ഭരിച്ചാലുള്ള അനന്തര ഫലം. ഇത് മൂന്നും നിങ്ങളെ ഭരിച്ചാൽ, ഈ വിഷയങ്ങൾ നമ്മളുടെ മേൽ ഭരണകർത്താവായിട്ട് നിന്നാൽ വെളിപ്പെടാൻ പോകുന്ന അനന്തര ഫലം. ഒന്നാമത്തെ കാര്യം, ആത്മീയമായി തളരും. ആത്മീയമായി തളരും. എന്തു പറ്റും? ആത്മീയമായിട്ട് തളരും. അതാണ് ഏറ്റവും വലിയ ഒരു പിശാചിന്റെ തന്ത്രം. അതാണ് ഏറ്റവും വലിയൊരു അപകടം. അതാണ് ആത്മീയമായിട്ട് എന്ത് ചെയ്യും? തളരും. സ്തോത്രം. ഈ ചിന്താകുലങ്ങളുടെ ഇടയിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ നിരാശരാകും. നമ്മൾ ആരാകും? നിരാശരാകും. നിരാശയായിരിക്കും ഹൃദയം. കഴിഞ്ഞ ദിവസം പുല്ലാട് കടപ്രയിൽ 17-18 വയസ്സേ ഉള്ളൂ ഒരു കുഞ്ഞ്. അവനാണെങ്കില് സൂയിസൈഡ് ലെറ്റർ എഴുതി, ആത്മഹത്യാ കുറിപ്പവൻ എഴുതിയായിരുന്നു. ജീവിതം മടുത്തിട്ട് ആ മോൻ ആത്മഹത്യ. ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള പയ്യൻ. ജീവിതം മടുത്തിട്ട് എന്ത് ചെയ്യും? ആ മോൻ ആത്മഹത്യ. ജീവിതം മടുത്തിട്ട് ആ മോൻ ആത്മഹത്യ. സ്തോത്രം. ജീവിതത്തിൽ നിരാശ വന്നാൽ പിശാച് നമ്മളെ അവന്റെ അണ്ടർ കൺട്രോളാണ്. മനസ്സിലാവും? നിരാശ വന്നാൽ, ഒരുവനിൽ നിരാശ വന്നു കഴിഞ്ഞാൽ അടുത്ത അവനിൽ കോപം വരും. എന്നാ വരും? കോപം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടർ ആകപ്പാടെ മാറുമെന്ന്. ക്യാരക്ടർ നിരാശ വന്നു കയറി കഴിഞ്ഞാൽ സ്വഭാവം ഒക്കെ മാറും. വിടുതൽ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ക്യാരക്ടർ മാറും. അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ വരും. ചിന്താകുലത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താവും? പിന്നെ ഉറക്കമൊന്നും കാണത്തില്ല. ഉള്ള ഉറക്കം കൂടെ പോകും. സ്തോത്രം. അടുത്തത് ഞാൻ പറയാം, നിങ്ങളുടെ പ്രാർത്ഥന കുറയും. നിങ്ങളുടെ പ്രാർത്ഥന കുറയും. നിങ്ങളുടെ ആരാധന കുറയും. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്തില്ല? ദൈവത്തിന്റെ ശബ്ദം എന്ത് ചെയ്തില്ല? കേൾക്കാൻ കഴിയാതെ വരും. ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ വരും. ദൈവശബ്ദം കേൾക്കാൻ കഴിയാതെ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരും. ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയാതെ വരും. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? മറ്റൊരു കാര്യം, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോന്ന് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാതെ വരും. ഇത് വെറുതെ പ്രസംഗിക്കുന്നതല്ല. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് പറഞ്ഞ കാര്യമാണ് പറയുന്നത്. നിരാശയും കോപവും ഉറക്കമില്ലായ്മയും ഒക്കെ നിന്റെ ജീവിതത്തിൽ വരും. നിന്റെ ആരാധന കുറയും, നിന്റെ പ്രാർത്ഥന കുറയും, നിന്റെ ഉപവാസം കുറയും. ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ വരും. ദൈവത്തിന്റെ വെളിപ്പാട് കാണാതെ വരും. അവസാനം ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി കരുതുന്നുണ്ടോ? ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടോ എന്ന് വരെ നീ ചോദിച്ചു പോകുന്ന സിറ്റുവേഷൻ വരും.
അങ്ങനെ വന്നിട്ടില്ലേ? ആത്മാവ് ചോദിക്കുന്നത് അങ്ങനെ വന്നിട്ടില്ലേ? അനന്തര ഫലമാ പറയുന്നത്. നിന്റെ സ്പിരിച്വൽ ലൈഫിനെ അവൻ ഇല്ലാതാക്കും. നിന്റെ ആത്മീയ ജീവിതത്തിനെ അവൻ ഇല്ലാതാക്കും. പ്രിയമുള്ളവരെ, ഈ ചിന്താകുലങ്ങളുടെ അകത്ത് നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങളുടെ ആത്മീയത അവൻ നശിപ്പിക്കും. എത്രയോ പേരാണ് ഈ വിശ്വാസത്തിൽ വന്നിട്ട് പിന്തിരിഞ്ഞു പോയിരിക്കുന്നത്. അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവരിൽ ഒരു 100% പേര് പറയുന്ന വാർത്ത, അല്ലെ, അവരെ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചു, ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു, ഞങ്ങൾക്കൊന്നുമില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറയും. ഞാൻ എത്രയോ പേരോട് സംസാരിച്ചിട്ടുണ്ട്, എത്രയോ പേര് പിന്മാറിപ്പോയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ചിന്തകളിട്ട്, നിരാശകളിട്ട് എത്രയോ പേരെയാണ് ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിശാച് പുറകോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ തിരുവചനം കേൾക്കുന്ന മാന്യ ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾ പഠിച്ചിരിക്കണം. പിശാച് ചിന്താകുലമിട്ടും നിരാശയിലേക്കും നിന്നെ തള്ളിയിടാൻ നീ അനുവദിക്കരുത്. അങ്ങനെ വന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം വരെ ചോദ്യം ചെയ്യപ്പെടുക ചെയ്യും. ദൈവമുണ്ടോ എന്ന് വരെ ചോദിക്കേണ്ടി വരും. ദൈവത്തിലുള്ള നിന്റെ വിശ്വാസത്തെ അത് ബാധിക്കും. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നീ ചോദിച്ചു പോകും. പ്രാർത്ഥിക്കുമ്പോ ദൈവശബ്ദം കേൾക്കാതെ വരും. പ്രാർത്ഥിക്കുമ്പോ ദൈവത്തിന്റെ വെളിപ്പാട് കാണാതെ വരും. കാര്യമല്ല, നിന്റെ അകത്ത് മൊത്തം ചിന്താകുലവാ, നിരാശ. ക്രൈസ്തവനോട് അനന്തര ഫലമായി ഞാൻ പറഞ്ഞത്, ഒന്ന്, ആത്മീയമായിട്ട് എന്ത് ചെയ്യും? നമ്മൾ തകരും. 2, മാനസികമായിട്ട് നമ്മൾ തകരും. രണ്ടാമത്തെ കാര്യം, മാനസികമായിട്ട് തകരും. മാനസികമായിട്ട് തകർന്നാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. എന്റെ മനസ്സിപ്പോൾ ശരിയല്ലെന്ന് വിചാരിച്ചു. എന്റെ മനസ്സ് അസ്വസ്ഥമാണ്. എന്റെ മനസ്സ് അങ്ങനെ വന്നാൽ എനിക്ക് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. എന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ എനിക്ക് നിന്ന് പ്രസംഗിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിനെ അത്രത്തോളം ബലപ്പെടുത്തണം. മാനുഷിക നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ എനിക്ക്, ഇങ്ങോട്ട് നോക്ക്, എനിക്ക് ഹല്ലേലൂയ പ്രസംഗിക്കാൻ പറ്റത്തില്ല. നമുക്ക് പല കാര്യങ്ങൾ അങ്ങനല്ലേ? നമ്മുടെ ചിലരൊക്കെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ആരോടും സംസാരിക്കത്ത് പോലും ഇല്ല, പറയും പിന്നെ വിളിക്കാതെ പോകും. എന്നാ പറയാം? പിന്നെ വിളിക്കാതെ പോകും. കാരണം മനസ്സ് അസ്വസ്ഥമാണ്, സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയില്ല. ഞാൻ പറഞ്ഞു വന്നത്, മാനസികമായി നമ്മൾ തകർന്നു പോയാൽ നമ്മുടെ എല്ലാ മേഖലകളും തകരും. സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളിൽ ചിന്താകുലമിട്ട് പിശാചാകുന്നവൻ നിങ്ങളെ സ്വാധീനിച്ചാൽ, നിങ്ങളെ അവൻ ജയിച്ചാൽ, നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ആത്മീയമായും മാനസികമായും നിങ്ങൾ തകർന്നിരിക്കും. അങ്ങനെ തകരുന്ന ഒരു മനുഷ്യൻ ശാരീരികമായി തകരാൻ വലിയ താമസമൊന്നുമില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യൻ ശാരീരികമായി തകരാൻ വലിയ താമസമൊന്നുമില്ല. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുക, അനന്തര ഫലമാ കാണിക്കുന്നത്. അല്ലെങ്കിൽ ചിന്താകുലങ്ങൾ പിശാചിട്ടും നിന്നെ തകർത്താൽ മാനസികമായും അല്ലെങ്കിൽ ആത്മീയമായും നീ തകരും. അത് പിന്നീട് നിന്നെ ശാരീരിക തകർച്ചയിലേക്ക് കൊണ്ടുപോകും. എന്താണ് പരിഹാരം? അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. എന്താണ് പരിഹാരം? ക്രൈസ്തവനോട് ഒന്നാമത്തത് ഒന്ന് വായിക്കേണ്ട, നമ്മൾ വായിച്ച ഭാഗം തന്നെയാണ്. ഒന്നാമത്തത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവത്തിൽ സമ്പൂർണമായി ആശ്രയിക്കുക. ഒരാമേനത്ര പേര് പറയും. ഈ ചിന്താകുലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങൾക്കൊരു വിമുക്തി പ്രാപിക്കണമെങ്കിൽ, ഇതിന്റെ അകത്തു നിന്ന് നിങ്ങൾ പുറത്തു വരണമെങ്കിൽ, ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയാം, നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക.
നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുക. ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് ഇതിനെ ജയിക്കാൻ കഴിയും. സ്തോത്രം, സ്തോത്രം. പൂർണ്ണമായി ദൈവത്തിൽ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ ജയിക്കാൻ കഴിയും. പരിഹാരമാ പറയുന്നത്, പരിഹാരമാ പറയുന്നത്. രണ്ടാമത്തെ കാര്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 ഒന്ന് വായിച്ചേ. ഫിലിപ്പിയർ 4:6. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കുവിൻ. അപ്പൊ രണ്ടാമത്തെ വിഷയം, നിങ്ങൾക്ക് ഏത് വിഷയങ്ങൾ കടന്നു വന്നാലും നിങ്ങൾ അതിനെക്കുറിച്ച് വിചാരപ്പെടാതിരിക്കാൻ നിങ്ങൾ ആ വിഷയം സ്തോത്രം പറഞ്ഞങ്ങ് കൊടുത്തേക്കണം. ഹലോ, സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? നിങ്ങളെല്ലാം കൊടുത്തേക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആവശ്യം വന്നു, അതോർത്ത് നിങ്ങളെ ഭാരപ്പെടുത്തുക പിശാച്, അതോർത്ത് നിങ്ങളെ ചിന്താകുലരാക്കുക പിശാചെങ്കിൽ ആ വിഷയം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാമോ? കർത്താവേ, സ്തോത്രത്തോടെ ഞാൻ ഇതൊക്കെ തരിക. മനസ്സിലായോ? നീ കെട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് വിഷയത്തിന് വിടുതലില്ലാത്തത്. ഈ നമ്മൾ കൊടുക്കും, സ്തോത്രത്തോടെ തരുന്ന കർത്താവേ, എന്നാലും നമ്മുടെ അതിന്റെ അറ്റം നമ്മളിങ്ങനെ പിടിക്കി പമ്പരത്തിന്റെ അറ്റത്ത് ചരട് പിടിക്കുന്ന പോലെ, അല്ലെ പട്ടത്തിന്റെ അറ്റത്ത് ചരട് പിടിക്കുന്നു, ഇങ്ങനെ അങ്ങനെ കൊടുത്താ അത് കംപ്ലീറ്റ് ആകത്തില്ല. ഞാൻ ആത്മാവിൽ പറയാം, കൊടുക്കുന്നുടനെ മുഴുവനായിട്ട് കൊടുക്കണം. ഹൃദയത്തിൽ നിന്ന് മുഴുവനായിട്ട് കൊടുക്കണം. കർത്താവേ, എന്റെ ഈ വിഷയം ഞാൻ സ്തോത്രത്തോടെ തരുന്നു. അതാ രണ്ടാമത്. ഒന്ന്, പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചോണം. 2, സ്തോത്രത്തോടെ ദൈവകരത്തിൽ അത് കൊടുക്കണം. മൂന്നാമത്തതൊന്ന് വായിച്ചു. 1 തെസ്സലോനിക്കർ 5:16. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1 ലേഖനം 5:16. സ്തോത്രം. അടുത്തത്, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. മതി. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. അപ്പോൾ ഈ വിഷയത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് നിനക്ക് പുറത്തു വരണമെങ്കിൽ ഒന്ന്, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. നിന്നെ പിശാചാകുന്നവൻ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ അകത്ത് നീ അത് ദൈവകരത്തിലേക്ക് കൊടുക്കണം. അതിനെ സ്തോത്രത്തോടെ ഹൃദയത്തിൽ വെക്കാതെ. 3, നീ പ്രാർത്ഥിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പൗലോസ് എഴുതിയതിന്റെ അർത്ഥം എന്താ? 24 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നല്ല. ആണോ? അല്ല. 24 മണിക്കൂർ പ്രാർത്ഥിക്കണമെന്നല്ല. പക്ഷേ മുടക്കം കൂടാതെ ഒരു വിഷയം നീ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ മുടക്കം കൂടാതെ ആ വിഷയത്തിന്റെ അകത്ത് വിടുതൽ കിട്ടുന്നത് വരെ നീ പ്രാർത്ഥിക്കണം. അതാണ് ആ വാക്കിന്റെ അർത്ഥം. ഒരു വിഷയത്തിന് വിടുതൽ കാണുന്നത് വരെ നീ എന്ത് ചെയ്യണം? ആ വിഷയം പ്രാർത്ഥിക്കാതെ വിട്ടുപോകരുത്. നീ അത് പ്രാർത്ഥിക്കണം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇടപെടാതെ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചാൽ ആ വിഷയത്തിന്റെ ചിന്താകുലങ്ങൾ നിന്നെ തൊടത്തില്ല. ദൈവവൈതലേ, അവസാന ഭാഗം കൊടുത്ത് വായിക്കാം. സങ്കീർത്തനം 27:13 വായിച്ചേ. സങ്കീർത്തനം 27:13. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എന്ന് വെച്ചാൽ നിനക്ക് തന്നെ ഒരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കണം. നിനക്ക് തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം. ഞാൻ നന്മ കാണും, ഞാൻ ഈ വിഷയത്തിന്റെ അകത്ത് വിടുതൽ കാണും, എനിക്ക് ഈ വിഷയത്തിന്റെ അകത്തൊരു പരിഹാരം ഉണ്ടാകും, ഈ വിഷയത്തിന്റെ അകത്ത് എനിക്കൊരു ജയം ഉണ്ടാകും എന്ന് നിനക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. എന്നാലേ ഈ ചിന്താകുലങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ, നിനക്കതിനെ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായി പറയുന്നു, ഒന്ന്, നീ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണം. നീ മനുഷ്യനിലോ മറ്റുള്ളവരിലോ ആശ്രയിക്കാൻ പോകരുത്.
രണ്ട്, ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ അത് സ്തോത്രത്തോടെ ദൈവസന്നിധിയിലും കൊടുത്തേക്കണം. മൂന്ന്, നീ ആ വിഷയത്തിന് വേണ്ടി മുടക്കം വരാതെ പ്രാർത്ഥിക്കണം. നാല്, നിനക്ക് തന്നെ ഒരു ഉറപ്പും വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ ഈ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു. ഒരു നിമിഷം കണ്ണുകൾ അടച്ചിട്ടില്ല. എല്ലാ കണ്ണുകളും ഒരു നിമിഷവും അടച്ചു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് വ്യക്തവും ശക്തവുമായി വെളിപ്പെടുത്തിയ ഒരു ദൂതാണ്: നിങ്ങൾ ചിന്താകുലരാകരുത്, നിങ്ങൾ ചിന്താകുലരാകരുത്, നിങ്ങൾ ചിന്താകുലരാകരുത്, നിങ്ങൾ ചിന്താകുലരാകരുത്. നിങ്ങളുടെ ചിന്തകളെല്ലാം ഇന്ന് ദൈവസന്നിധി നിങ്ങൾ ഇറക്കി വെച്ചാൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ ചിന്താകുലങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ, വാത്സല്യ ദൈവമൈതലേ, നമ്മുടെ ആത്മീയ ജീവിതം തകരും. നമ്മൾ മാനസികമായി തകരും. ഒപ്പം അത് നമ്മളുടെ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കും, നമ്മുടെ ജീവന് ദോഷമായിട്ട് ബാധിക്കും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. ഇന്ന് മുതൽ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് നിന്റെ ഹൃദയത്തെ അലട്ടുന്ന വിഷയങ്ങൾ പൂർണ്ണമായി സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുത്ത്, ഇടവിടാതെ മുടക്കം വരാതെ ആ വിഷയത്തിന് വേണ്ടി നീ ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ഒരു വിശ്വാസത്തിന്റെ ഉറപ്പോടെ വേണം നീ ഇന്ന് പകൽ ഈ പ്രാർത്ഥന വിട്ടു മടങ്ങാൻ, ഇന്ന് പകൽ ഈ പ്രാർത്ഥനയിൽ നിന്ന് നീ എഴുന്നേൽക്കാൻ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം, നമുക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പകൽ ചിലരുടെ മൈൻഡിൽ, ചിലരുടെ ഹൃദയത്തിൽ, ചിലരുടെ മനസ്സിൽ ശക്തമായ വിടുതല് പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദൈവാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരുടെ ആത്മീയ ആരാധന, ചിലരുടെ പ്രാർത്ഥനാ ജീവിതം, ചിലരുടെ ആത്മീയ സന്തോഷം, ചിലരുടെ മാനസികമാകുന്ന ഉറപ്പും വളർച്ചയും വിശ്വാസവും ദൈവം ഇന്നു പകൽ മടക്കി തരികയാണ്. ദൈവം ഇന്നു പകൽ മടക്കി തരികയാണ്. നിരാശകൾ മാറാൻ പോകുന്നു, വേദനകൾ മാറാൻ പോകുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു നമ്മളോട് അരുളി ചെയ്ത പോലെ പിശാചാകുന്നവൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ഇന്നു പകൽ നമ്മൾ ജയിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ശക്തമായിട്ട് പ്രാർത്ഥനയോടായിരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും നിശ്ചയം. അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിയിടും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അതു പ്രാപിച്ചിടും. കരങ്ങളെ അടിച്ചു ശക്തിയോടെ, അതു പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറിയിടും. നഷ്ടങ്ങളിലോ കാതറിടല്ലേ, കണ്ണുനീരിലോ കളറിടല്ലേ, ഞാനേ നിന്റെ ദൈവം, നിന്നെ തകർക്കുവാനോ നിന്നെ ഓടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ ഓടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്തു നല്ല നഷ്ടങ്ങളിലോ പാതറിടല്ലേ, കണ്ണുനീരിലോ കളറിടല്ലേ,
ഞാനേതും നിന്റെ ദൈവം എന്റേതാണ്. ആമേൻ ആമേൻ ആമേൻ. ഏതും നിന്റെ ദൈവം ഏതും എന്റേതാണ്. നിന്റെ കുറ്റം വീഴ്ച തള്ളി സത്യമേ ആമേൻ. തീർന്നില്ലാതെ ഓർത്തു പോകുക യേശുവെന്നു നിന്റെ കൂടെ. നിന്റെ കുറ്റം വീഴ്ച തള്ളിക്കളഞ്ഞെന്നാലും തീർന്നില്ലാതെ ഓർത്തു പോകുക യേശുവെന്നു നിന്റെ കൂടെ. സത്യയോടെ ആത്മനിറവിന്റെ ആരാധിച്ച് തന്റെ പ്രിയപ്പെട്ടവരും ആത്മനിറവിൽ ദൈവത്തെ സ്മരിച്ചാണ്ട് ഇന്ന് പകൽക്കാലം അങ്ങനെ ചിന്താകുലങ്ങൾക്ക് നിന്നെ മാനസികമായും ആത്മീയമായും നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ, പിശാചിന്റെ ഉദ്ദേശങ്ങൾ, പിശാചിന്റെ സ്വാധീനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ സർവശക്തനാകുന്ന ദൈവം അതിനെ തകർക്കുകയാണ്. ജയം പ്രാപിക്കുക, ജയം പ്രാപിക്കുക, ജയം പ്രാപിക്കുക, ജയം പ്രാപിക്കുക, ജയം പ്രാപിക്കുക. മാനസികമായി ശാരീരികമായി പലവിധമാകുന്ന ചിന്താകുലങ്ങളുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിനെ ജയിക്കുന്ന മകൻ യേശു. അടമാനകത് ഉടമനകട ഹംതേരകത് ഉടമനകട ഹംതനകനക ജീവനകടകത അതനം ഭഗദൂമനകടക വേദപ്രബലം തലകടകമനകടക ഉടമനകടക ശക്തിയോടെയാ ഉടമനകടകടക ജാനക ഉടമനകമനക ചിരമനകടക ധകന ഉടമനകമനക ചിരമനകടക ചിന്താകുലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജയിക്കുന്ന അഭിഷേകം. ചിന്താകുലങ്ങളെ ജയിക്കുന്ന അഭിഷേകം. നാളെ ഓർക്കുന്ന ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. കരുതുന്ന ദൈവത്തിന്റെ കരം, കരുതുന്ന ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയ മകളിൽ വെളിപ്പെടട്ടെ. ചിന്താകുലങ്ങൾ മാറട്ടെ, മാറട്ടെ, മാറട്ടെ. ദൈവസാന്നിധ്യം, ദൈവസാന്നിധ്യമാ. ചിന്താകുലങ്ങൾ മാറട്ടെ, ചിന്താകുലങ്ങൾ മാറട്ടെ, ഭാരങ്ങൾ മാറട്ടെ. ഉടമനകൾ കരുതുന്ന ദൈവത്തിന്റെ കാര്യം വിഷയങ്ങളുടെ മേൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുന്നു. സാന്നിധ്യം ഇന്ന് പകൽക്കാലം തൊടുകയില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ വ്യക്തി ജീവിതങ്ങളെ ഇന്ന് പകൽക്കാലം തൊടുകയില്ല. ആത്മാവിൽ ആത്മാവിൽ ആ വിടുതൽ നിങ്ങൾ സ്വീകരിക്കുക, ആ വിടുതൽ സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക, ആ വിടുതൽ സ്വീകരിക്കുക, വിടുതൽ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ചിന്താകുലരാകരുത്, നിങ്ങൾ ചിന്താകുലരാകരുത്. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകൽ ആ ദൈവം ചില ചിന്താകുലങ്ങളെ എടുത്തു മാറ്റുകയോ യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ
നാമത്തിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പിശാചാകുന്നവൻ കൊണ്ട് വിതച്ചിരിക്കുന്ന ചില ചിന്താകുലങ്ങൾ വളർന്നു വരാതെ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, പരിശുദ്ധയാത്മാവ് ഇന്ന് പകലതിനെ മുറിച്ചു കളയേണ്ടതിന്, ചെത്തിക്കളയേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ജയം കൽപ്പിക്കുന്നു. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ വിടാം. ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ഹൃദയത്തെയും ഇന്നു പകൽ പരിശുദ്ധാത്മാവ് പണിയുകയാണ്. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ പോലെ നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് നിങ്ങളുടെ വിഷയങ്ങൾ സ്തോത്രത്തോടെ കൊടുത്ത് ഇടവിടാതെ നിങ്ങൾ ആ വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു നിങ്ങൾ തന്നെ ഉറപ്പും വിശ്വാസവും ഉള്ളവരായിട്ട് നിന്നാൽ ആത്മാവ് പറയുന്നു, നിങ്ങളെ പിശാച് തന്റെ തന്ത്രങ്ങളിൽ ഒതുക്കത്തില്ല, പിടിച്ചു കെട്ടത്തില്ല. മാനസികമായും ആത്മീയമായും നീ തകർന്നു പോകത്തില്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേറ്റെടുക്കാം. ദൈവകൃപ വ്യാപരിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തുടർന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ആത്മാവ് ഈ വചനം കേട്ടിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാഗ്രഹമുള്ള പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ടാകും. ആദ്യം ഓൺലൈനുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ശേഷം ഇവിടുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനം കേട്ടിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധാത്മാവിന്റെ അകത്തളങ്ങളിൽ എന്നോട് ഇടപെടുന്നവർ മാത്രം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം, ക്ലോസ് ചെയ്യാം. മനസ്സിലെ പിതാവിനും പ്രാർത്ഥിക്കും. ജീസസ് ജീസസ് Thank you, Lord. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. അനുഗ്രഹത്തോടെയും വന്ദനം നിനക്കായി. പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകും യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവാം സഹവാസം കൂട്ടായി നാം പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ ദൂരത്തും ചാരത്തും ഇരിക്കുന്ന എല്ലാ ദൈവങ്ങളും നമ്മൾ ഇന്ന് പ്രാപിച്ച വിടുതലിന്റെ മേലും കർത്താവിന്റെ മേഘപ്രത്യക്ഷത ഉണ്ടായിരിക്കുമാറാകട്ടെ. അവൻ യേശുക്രിസ്തു മുഖാന്തരം ഈ പകൽ ജയം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാനുള്ള അവസരം തുടർന്ന് ഉണ്ടാവും. പരിശുദ്ധാത്മാവിൽ